വബറകാത്തു. ബഹുമാനമുള്ള ലോകത്തുള്ള മുഴുവൻ ഇത് ശ്രവിക്കുന്ന മലയാളി സുഹൃത്തുക്കളെ, ഇന്ന് കമ്പ്യൂട്ടറിൻ്റെ കാലഘട്ടമാണ്. അതിന് ഈ ലോകം എന്നാണ് പറയുക. ഈ വേൾഡ്, ഈ ലോകം എല്ലാം ഈയിലേക്ക് മാറിയ ഈ കാലഘട്ടത്തിൽ മൊബൈൽ ഫോണും കമ്പ്യൂട്ടറും അനുബന്ധ ഉപകരണങ്ങളും അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് മാധ്യമങ്ങളും ഒഴിച്ചുകൂടാൻ ഇന്ന് ഒരു വ്യക്തിക്കും സാധ്യമല്ല. അതുകൊണ്ട് മലയാളികളായ നമ്മളും ഇന്ന് കമ്പ്യൂട്ടറിലും മൊബൈൽ ഫോണിലും അഡിക്റ്റായി എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. അതിൻ്റെ രണ്ട് വശങ്ങളുമുണ്ട്. നമുക്ക് അതിൻ്റെ ആ രണ്ട് വശങ്ങളെയും ഒരല്പം പരിചയപ്പെടാം. ഒന്നാമത്തെ വശം ഇതിൻ്റെ നന്മകളാണ്. പ്രധാനമായും മൊബൈൽ ഫോൺ കടന്നു വന്ന സമയം. മൊബൈൽ ഇന്ന് ഒരു കമ്പ്യൂട്ടറാണ്, ഒരു പോക്കറ്റ് കമ്പ്യൂട്ടറാണ്. ഒരിക്കലും ഒരു മൊബൈൽ ഫോൺ മാത്രമല്ല, പകരം ഒരു കമ്പ്യൂട്ടർ തന്നെയാണ് ഇന്നത്തെ മൊബൈൽ ഫോൺ. അതിൽ TV ഉണ്ട്, റേഡിയോ ഉണ്ട്, കലണ്ടർ ഉണ്ട്, വാച്ച് ഉണ്ട്, അലാറം ഉണ്ട്, ടൈമർ ഉണ്ട്, വീഡിയോ പ്ലെയർ ഉണ്ട്, റെക്കോർഡർ ഉണ്ട്. അങ്ങനെ ഇന്ന് വേണ്ട ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളുടെ എല്ലാം കൂടിച്ചേർന്ന ഒരു ഉപകരണമാണ് ഇന്ന് മൊബൈൽ ഫോൺ. ഈ മൊബൈൽ ഫോണിന്റെ കടന്നു കയറ്റത്തോടു കൂടി ഇലക്ട്രോണിക്സ് ലോകത്ത് ഒരു വിപ്ലവം തന്നെ സൃഷ്ടിച്ചിരിക്കുകയാണ്. അത് നമ്മുടെ കൊച്ചു കേരളത്തിലും. മൊബൈൽ ഫോണിന്റെ രണ്ട് വശങ്ങൾ എന്ന് പറഞ്ഞാൽ, ഈ പോക്കറ്റ് കമ്പ്യൂട്ടറിന്റെ രണ്ട് വശങ്ങൾ എന്ന് പറഞ്ഞാൽ, ഒരു വശം അതിന്റെ നന്മയും മറ്റൊന്ന് തിന്മയുമാണ്. നന്മയെപ്പറ്റി പറയേണ്ട ആവശ്യമില്ല. എന്നിരുന്നാലും ഒരു നന്മ വെച്ച് തന്നെ നമുക്ക് ആരംഭിക്കാം. ഞാനൊരു ദിവസം സൗദി അറേബ്യ സന്ദർശിച്ചപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത്, ഒരു അറബി സുഹൃത്ത് എന്നോട് പറയുകയുണ്ടായി, മൊബൈൽ ഫോൺ ഈ സൗദി അറേബ്യയിൽ വന്ന് 2 വർഷത്തിനുള്ളിൽ ഇവിടുത്തെ 100 കണക്കിൽ എൻ്റെ നല്ല വിദ്യാർത്ഥികൾ പരിശുദ്ധ ഖുർആൻ മനഃപ്പാടമാക്കിയത് ഈ മൊബൈൽ ഫോണിലെ MP3 എന്ന പ്ലെയറിൽ പരിശുദ്ധ ഖുർആൻ ഡൗൺലോഡ് ചെയ്തുകൊണ്ട് ഏത് സമയത്തും വാഹനത്തിലും യാത്ര ചെയ്യുമ്പോഴും വീട്ടിലും അല്ലാത്തപ്പോഴും 24 മണിക്കൂറിലെ ഉറക്കൊഴിക്കെ ബാക്കി എല്ലാ സമയത്തും ഈ MP3 പ്ലെയർ പരിശുദ്ധ ഖുർആൻ റെക്കോർഡ് ചെയ്തുകൊണ്ട് കേട്ട് ഹാഫിളായിട്ടുണ്ട് മാഷാ അല്ലാ എന്ന ഒരു നല്ല ന്യൂസാണ് എനിക്ക് ആദ്യമായി കേൾക്കാൻ സാധിച്ചത്. ഇത് നമ്മുടെ കേരളത്തിലും ഉണ്ട്. അതുപോലെ ലോകത്ത് നാനാഭാഗത്തുള്ള നമ്മുടെ സഹോദരങ്ങളും സുഹൃത്തുക്കളുമായി വളരെ പെട്ടെന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ഇന്നത്തെ മൊബൈൽ വളരെ സുഖമാണ്, സൗകര്യമാണ്. അങ്ങനെ പോകുന്നു മൊബൈലിന്റെ നല്ല വശങ്ങൾ. അതിനെപ്പറ്റി ഇനി കൂടുതൽ സംസാരിക്കേണ്ട ഒരു ആവശ്യമില്ല, എല്ലാവർക്കും അതറിയാം. മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന ഒരു കോഴ്സും ഇന്ന് ലോകത്ത് ആരംഭിച്ചിട്ടില്ല. ഏതൊരു സ്കൂളിൽ പോകാതെയും കുട്ടികളും വലിയവരും മുതിർന്നവരും വിവരമുള്ളവരും അല്ലാത്തവരും ഇന്ന് മൊബൈൽ ഫോൺ ശരിക്കും ഉപയോഗിക്കുന്നുണ്ട്. അതിനൊരു കോഴ്സിന്റെ ആവശ്യമില്ല. എന്നാൽ നല്ല വശങ്ങൾ അവിടെ ഇരിക്കട്ടെ. നമുക്കൊരല്പം അതിൻ്റെ മറ്റു വശങ്ങളിലേക്ക് തിരിഞ്ഞൊന്ന് നോക്കാം. അറിഞ്ഞോ അറിയാതെയോ മൊബൈൽ എന്ന ഈ ഉപകരണത്തിൽ ഒട്ടനവധി കുടുംബങ്ങൾ വഴിതെറ്റിപ്പോകുന്നു, വഴിയാധാരമാകുന്നു, ഫിത്നയിലേക്കും ഫസാദിലേക്കും ഹറാമിലേക്കും തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് പറയാൻ കാരണം 15 വർഷത്തോളം ഈ മേഖലയിൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ആയിരക്കണക്കിന് ആളുകൾ, ഉപഭോക്താക്കളും ഇത് കൈകാര്യം ചെയ്യുന്ന ടെക്നീഷ്യന്മാരും എഞ്ചിനീയർമാരും അവരുമായി ബന്ധപ്പെടാനും അവരുടെ നോളജ്, എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനുമുള്ള ഒട്ടനവധി അവസരങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം പ്രൊഡക്റ്റിന്റെ തിന്മകൾ, അതിൻ്റെ മിസ്യൂസ്, അതിൻ്റെ തെറ്റായ വഴിക്ക് ആളുകളെ നയിക്കുന്ന ഈ ഒരു പ്രവൃത്തി കണ്ട് സഹിക്കാൻ പറ്റുന്നില്ല. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ വളരെ ചെറുതായ എനിക്ക് തോന്നിയ ഒരു സംഗതി, 1-ാം ക്ലാസ്സിലോ 2-ാം ക്ലാസ്സിലോ എൻ്റെ ഉസ്താദ് എന്നെ പഠിപ്പിച്ചു, അല്ല നമ്മളെല്ലാവരും പഠിച്ചു, ഒരു വ്യക്തിയെ കുറ്റം പറഞ്ഞാൽ ഒരു തെറ്റാണെന്നും അത് നമ്മുടെ കിതാബിൽ ഒരു മലക്കിരുന്ന് എഴുതുന്നുണ്ട് എന്നും അന്ന് പഠിപ്പിച്ചു. ഒരു വ്യക്തിയെ കുറ്റം പറഞ്ഞാൽ ഒരു തെറ്റ്. എന്നാൽ ഇന്നിതാ മൊബൈൽ ഫോണിലൂടെ ഒരു അലഭ്യമായ അല്ലെങ്കിൽ ഒരു തെറ്റായ വൃത്തികെട്ട ഒരു സന്ദേശം ഒരു വ്യക്തിയിലേക്ക് അയച്ചു കൊടുത്താൽ, അതൊരു വ്യക്തിയെ പരിഹസിച്ചിട്ടോ അദ്ദേഹത്തിന് ഇഷ്ടമില്ലാത്തതോ ഉള്ളതോ ഇല്ലാത്തതോ ആയ കാര്യം അയച്ചു കൊടുത്താൽ അത് 1 മിനിറ്റ് കൊണ്ട് ഏറ്റവും മിനിമം 1 ലക്ഷം ആളുകളുടെ കയ്യിലേക്ക് ആ മെസ്സേജ് എത്തുന്നത്ര ഇന്ന്. എന്ന് വച്ചാൽ ഒരു തെറ്റ് മൊബൈൽ ഫോൺ വഴി ചെയ്താൽ 1 ലക്ഷം കുറ്റം. അഥവാ ഒരു തെറ്റ് പരിശുദ്ധ ഹറമിന്റെ മുമ്പിൽ പോയി ചെയ്ത അതേപോലെ ലോകത്ത് എവിടെ നിന്നും ഒരു മൊബൈൽ ഫോണിലൂടെ ഒരു തെറ്റ് ചെയ്താൽ
1 ലക്ഷം കുറ്റം നാം നമ്മുടെ അക്കൗണ്ടിൽ എഴുതി വെക്കുന്നു. ഇതൊരു ഫേസ്ബുക്കിലെ കമ്പ്യൂട്ടറിലാണെങ്കിലോ ഒരൊറ്റ മിനിറ്റ് കൊണ്ട് ഒരു പോസ്റ്റർ ഫേസ്ബുക്കിലൂടെയോ കമ്പ്യൂട്ടറിലൂടെയോ ഒരു പേജിലെ ഒരു ഐക്കൺ അല്ലെങ്കിൽ ഒരു സിമ്പിൾ വാക്ക് ഒരു പേജിൽ അങ്ങ് പേസ്റ്റ് ചെയ്താൽ അപ്ലോഡ് ചെയ്തു കഴിഞ്ഞാൽ അത് 1 മിനിറ്റ് കൊണ്ട് 1 കോടി ആളുകളുടെ കയ്യിലേക്ക് എത്തുന്നു. അഥവാ 1 കോടി ആളുകളുടെ മുന്നിലേക്ക് 1 മിനിറ്റ് കൊണ്ട് ആ ഒരു സന്ദേശം കൈമാറുന്നു എന്നർത്ഥം. അഥവാ അതിനർത്ഥം നാം കമ്പ്യൂട്ടർ വഴി ഒരു തെറ്റ് ചെയ്താൽ 1 കോടി തെറ്റ് ചെയ്തവനെ പോലെ ആ മലക്ക് അത് എഴുതി വെക്കുന്നു. ഇത് മനസ്സിലാക്കാൻ മറ്റൊരു കോഴ്സോ ട്രെയിനിങ്ങിൻ്റെയോ ആവശ്യമില്ല. അന്ന് 1-ാം ക്ലാസ്സിൽ നിന്നോ 2-ാം ക്ലാസ്സിൽ നിന്നോ മദ്രസയിൽ ഉസ്താദ് പറഞ്ഞു തന്നതും ഇന്നത്തെ ആധുനിക ടെക്നോളജിന്റെ കണ്ടുപിടുത്തവും തമ്മിൽ ഒന്ന് താരതമ്യം ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അതാണ്. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങൾ, എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന ആളുകൾ, കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നവർ, മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നവർ ഈ കാര്യം ഒന്ന് ഓർക്കുക. കമ്പ്യൂട്ടർ വഴി നാം ഒരു തിന്മ, ഒരാൾക്ക് ഇഷ്ടമില്ലാത്ത ഒരു സന്ദേശം ഫേസ്ബുക്കിലോ മറ്റോ ഇന്റർനെറ്റ് യൂട്യൂബിലോ ലോഡ് ചെയ്താൽ 1 മിനിറ്റ് കൊണ്ട് 1 കോടി ആളുകളുടെ അടുത്തേക്ക് അത് എത്തുന്നു. അഥവാ നാം 1 കോടി തിന്മകൾ ചെയ്ത പോലെ എന്നർത്ഥം. ഇതാണ് ആദ്യമായിട്ട് എൻ്റെ ഈ ശ്രോതാക്കളെ എനിക്ക് അറിയിക്കാനുള്ളത്. ഇനി മറ്റൊന്ന് മൊബൈൽ ഫോണിന്റെ മറ്റു ഉപയോഗങ്ങളെ പറ്റിയാണ്. നാം അറിയാതെയും അറിഞ്ഞും ഒട്ടനവധി തെറ്റായ ഭാഗത്തേക്ക് നമ്മുടെ മൊബൈൽ ഫോണുകൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നു. ഒരു ദിവസം 100 കണക്കിൽ മൊബൈൽ ഫോണുകളാണ് എൻ്റെ ഒരു സർവീസ് സെന്ററിൽ എൻട്രി ചെയ്യുന്നത്. അതിൽ 50-ൽ പരം മൊബൈൽ ഫോണുകൾ ഒന്ന് തുറന്നു നോക്കിയാൽ അതിൽ നീല ചിത്രങ്ങളാണ്. ഡെഡായ മരണപ്പെട്ട മൊബൈൽ ഫോൺ റിപ്പയറിങ്ങിന് കൊണ്ടുവരുമ്പോൾ അവർക്ക് അതിൽ നിന്നും അത് എടുത്തു മാറ്റാൻ സാധ്യമല്ല. അവർ സ്വകാര്യമായി പിടിച്ചതും അല്ലാത്തതുമായ അത്തരം ചിത്രങ്ങൾ ഒരു ടെക്നീഷ്യന്റെ കൺമുൻപിൽ അതൊന്ന് ഓൺ ചെയ്ത് നോക്കുമ്പോൾ പ്രത്യക്ഷപ്പെടുന്ന രംഗം വളരെ ദയനീയമാണ്, അപകടകരമാണ്. അവന്റെ കയ്യിൽ കിട്ടിയ ആ ചിത്രം ആരും അറിയാതെ തന്നെ പെട്ടെന്നൊരു കോപ്പി എടുത്ത് ഇന്റർനെറ്റിൽ അപ്ലോഡ് ചെയ്യുന്ന ബിരുദന്മാരും ഇന്ന് നമ്മുടെ കേരളത്തിൽ ഉണ്ട്. മിക്ക കുട്ടികളും അത് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിനുവേണ്ടി പ്രത്യേകമായ വെബ്സൈറ്റുകൾ വരെ തുറന്നിരിക്കുന്നത്രേ. അതിലേക്ക് അപ്ലോഡ് ചെയ്താൽ $5-10 തരാമെന്ന് പ്രഖ്യാപിക്കുന്ന വെബ്സൈറ്റുകളും ഇന്ന് ഓൺലൈനായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഇത് ചെയ്യുന്നവരും കുറവല്ല. അതുകൊണ്ട് ഇത്തരം മൊബൈൽ ഫോൺ മറ്റൊരാളെ കൈവിട്ട് കൊടുക്കാൻ പാടില്ല. ഒരിക്കലും ആ മൊബൈൽ ഫോണിൽ അത് ലോഡ് ചെയ്യാൻ പാടില്ല, പിടിക്കാൻ പാടില്ല, ക്യാമറ ഉപയോഗിക്കരുത് എന്നൊന്നും പറഞ്ഞാൽ ഇന്ന് ആളുകൾക്ക് അത് മനസ്സിലാകുന്നില്ല. ഒന്നേ പറയാനുള്ളൂ, അത്തരം ഫോണുകൾ കൈവിട്ട് പോകരുത്. അത് കളഞ്ഞു പോയാൽ പോലും മറ്റൊരാൾക്ക് കിട്ടി അതിലെ ഫോട്ടോകൾ മിസ്യൂസ് ചെയ്യാൻ സാധ്യതയുണ്ട്. മരണപ്പെട്ടു പോയ ഡെഡായ മൊബൈൽ ഫോൺ ഒരിക്കലും ഈ ഒരു കസ്റ്റമർക്ക് അത് ഓൺ ചെയ്യാൻ സാധ്യമല്ല. അതുകൊണ്ടാണ് ടെക്നീഷ്യന്റെ സഹായം തേടുന്നത്. ശ്രദ്ധിക്കുക, വലിയ വലിയ ഡേഞ്ചറാണ്. നല്ല നല്ല കുടുംബത്തിന്റെ ഫോട്ടോകൾ ഇത്തരം വെബ്സൈറ്റിൽ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നതിനും കാരണം ഇതാണ്. ഇനി വളരെ ഷോർട്ടായ 4-5 മെസ്സേജുകളാണ് എനിക്ക് ഈ പ്രേക്ഷകരോട്, ഈ കേൾക്കുന്ന ശ്രോതാക്കളോട് എനിക്ക് പറയാനുള്ളത്. ഒന്ന്, സിം കാർഡുകൾ ഒരിക്കലും ഗിഫ്റ്റ് നൽകുവാൻ പാടുള്ളതല്ല. നമ്മുടെ കയ്യിലുള്ള ID കാർഡാണ് സിം കാർഡ് എന്ന് പറഞ്ഞാൽ. ID കാർഡ് എന്നാൽ വോട്ട് ID, പാസ്പോർട്ട്, ലൈസൻസ്, റേഷൻ കാർഡ്, ഇതൊക്കെ ഒരു വ്യക്തിക്ക് ഒന്നേ ഉണ്ടാകൂ. ആ വ്യക്തി ഒരിക്കലും മറ്റൊരാൾക്ക് കടമായോ വായ്പയായിട്ടോ വിലയ്ക്കോ ഫ്രീ ആയിട്ടോ കൊടുക്കാൻ പാടില്ല. ഒരു സിം കാർഡ് ഒരിക്കലും ഗിഫ്റ്റ് കൊടുക്കാൻ പാടില്ല. ഇന്ന് വിവാഹ നിശ്ചയത്തിന് പോയ പെണ്ണ് കണ്ടാൽ പെണ്ണിനെ ഇഷ്ടപ്പെട്ടാൽ നേരെ ഈ പയ്യൻ കാമുകൻ പെണ്ണിനൊരു മൊബൈൽ ഫോണും സിം കാർഡും സമ്മാനമായി നൽകുന്നത് തെറ്റാണ്. അത് ഇസ്ലാമിക വിധി മാത്രമല്ല, ഇന്ന് സൈബർ ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ടതാണ്. ഒരാളുടെ ID ഉള്ള സിം കാർഡ് മറ്റൊരാൾക്ക് ഉപയോഗിക്കാൻ പാടില്ല. ഒരു വീട്ടിലെ ഏട്ടൻ, അനിയൻ, ഭാര്യ, ഭർത്താവ് എന്നിവർക്ക് പരസ്പരം ഒരു അഡ്രസ്സിലെ സിം കാർഡുകൾ ഉപയോഗിക്കാം. മറ്റൊരു വീട്ടിലെ ഉമ്മയാണെങ്കിൽ പോലും അനിയനാണെങ്കിൽ പോലും പാടില്ല, നിയമവിരുദ്ധമാണ്. 3 കൊല്ല ജയിലും 2 ലക്ഷം രൂപയും ഫൈൻ അടയ്ക്കേണ്ട കുറ്റകൃത്യമാണത്രേ ഈ സിം കാർഡ് കൈമാറ്റം. ഇനി മറ്റൊന്ന് പറയാനുള്ളത്, പഴയ മൊബൈൽ ഫോണുകൾ ഒരിക്കലും വിൽപ്പന നടത്തരുത്. കാരണം പഴയ മൊബൈൽ ഫോൺ ഒരു പക്ഷേ കളവ് പോയി ലഭിച്ചതായേക്കാം, നിങ്ങൾ നാളെ പിടിക്കപ്പെടും. ഒരു മൊബൈൽ ഫോൺ ലോകത്തിന്റെ ഏത് കോണിലാണെന്ന് സൈബർ സെല്ലിന് വളരെ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ സാധിക്കും. അതുകൊണ്ട് കളഞ്ഞുപോയ മൊബൈൽ ഫോൺ അഡ്രസ് പ്രൂഫ് ഇല്ലാതെ പരിചയമില്ലാത്ത ആളുകളുടെ കയ്യിൽ നിന്നും അത്തരം മൊബൈൽ ഫോണുകൾ ഫ്രീ ആയും അല്ലാതെയും കാശ് കൊടുത്തും വാങ്ങാൻ പാടുള്ളതല്ല. ഇനി മറ്റൊന്ന് കുട്ടികളെ കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്.
ചെറിയ കുട്ടികൾക്ക് പോലും ഇന്ന് മൊബൈൽ ഫോൺ ഒരു കളിപ്പാട്ടമായി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് വീട്ടിലെ ഉമ്മ പെങ്ങന്മാർ. കരഞ്ഞുകൊണ്ടിരിക്കുന്ന കുട്ടിക്ക് കരച്ചിൽ നിർത്താൻ ഇന്ന് കളിക്കോപ്പ് പോലെ മൊബൈൽ ഫോണാണ് കൊടുക്കുന്നത്. അത് കുട്ടികൾക്ക് 2 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് റേഡിയേഷൻ ഉണ്ടാക്കാൻ സാധ്യത കൂടുതലാണ്. ഒരിക്കലും കളിക്കാനും വിളിക്കാനും 2 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് അനുവദിക്കരുത്. മറ്റൊന്ന്, ഗർഭിണികളായ സ്ത്രീകൾ ഒരു കാരണവശാലും മൊബൈൽ ഫോൺ ഉപയോഗിക്കരുത്. റേഡിയേഷൻ ഉണ്ടാക്കുന്നുണ്ട്. വയറ്റിനകത്തെ കുട്ടിക്ക് റേഡിയേഷൻ ഏൽക്കുന്നുണ്ട്, കണ്ണിന് കാഴ്ചകൾ നഷ്ടപ്പെടുന്നുണ്ട്, ചെവിയുടെ ലിസണിംഗ് കപ്പാസിറ്റി കുറഞ്ഞു വരുന്നുണ്ട് എന്നൊരു പറ്റം ഡോക്ടർമാർ ഇന്ന് വിധി എഴുതി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ 2 വയസ്സിന് ഗർഭിണികളായ സ്ത്രീകൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കരുത്. കഴിയുന്നതും സാധാരണ ലാൻഡ് ഫോൺ ഉപയോഗിക്കുക. അല്ലെങ്കിൽ ഒരു മൊബൈൽ ഫോണിൽ ഒരു ഹെഡ്സെറ്റ് കണക്ട് ചെയ്തുകൊണ്ട് ആ ഗർഭിണിക്ക് അല്പം എമർജൻസിയായി സംസാരിക്കാൻ കഴിയും. അല്ലാതെ ഒരിക്കലും ചെവിയിൽ വെച്ചുകൊണ്ട് ഇത്തരം മൊബൈൽ ഫോൺ ഗർഭിണികൾ ഉപയോഗിക്കരുത്. ഇടക്കിടക്ക് നാം കാണുന്നതാണ്, ഗൾഫിലുള്ള ഭർത്താക്കന്മാർ നാട്ടിലെ ഭാര്യക്ക് പ്രസവിച്ച ഉടനെ തന്നെ കൊച്ചു പൈതലിനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് പ്രസവം കഴിഞ്ഞ ഉടനെ തന്നെ ആ ബെഡിലേക്ക് വിളിച്ചുകൊണ്ട് തൊട്ടടുത്ത് ചോര പൈതൽ കിടക്കുന്നു, അതിനടുത്ത് ഈ ഭാര്യ കിടക്കുന്നു, 1 മണിക്കൂർ അരമണിക്കൂർ കുഴൽ ഫോൺ കണക്ട് ചെയ്തുകൊണ്ട് പല രീതിക്കും ഇന്റർനെറ്റും നെറ്റ് കോളുകളും കണക്ട് ചെയ്തുകൊണ്ട് ഭാര്യയുമായി മൊബൈൽ ഫോണിൽ മണിക്കൂറുകളോളം സംസാരിക്കുന്ന ഭർത്താക്കന്മാർ ഓർക്കുക, തൊട്ടടുത്തൊരു ചോര പൈതൽ കിടക്കുന്നുണ്ട്, ആ പൈതലിന് റേഡിയേഷൻ ഏൽക്കാൻ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് ആ ഹോസ്പിറ്റലിലേക്കും തൊട്ടടുത്ത പൈതൽ കിടക്കുന്ന ആ ഭാര്യയ്ക്കും നിങ്ങൾ മൊബൈൽ ഫോണിലൂടെ സംസാരിക്കരുത് എന്നൊരു അപേക്ഷയാണ് എനിക്കുള്ളത്. ഇനി മറ്റൊന്ന്, ഇടിമിന്നൽ സമയത്ത് മൊബൈൽ ഫോൺ ഇഷ്ടം പോലെ ഉപയോഗിക്കാം. ഒരിക്കലും റേഡിയേഷനോ ഇടിമിന്നലോ, റേഡിയേഷൻ അല്ല, ഇടിമിന്നൽ മൊബൈൽ ഫോൺ വഴി ഏൽക്കുന്നതല്ല. ലാൻഡ് ഫോൺ വഴിയാണ് ഇടിമിന്നൽ ഏൽക്കുന്നത്. വയർലെസ് ആയ മൊബൈൽ ഫോണിലൂടെ ഇടിമിന്നൽ ഏൽക്കുന്നതല്ല. അതുകൊണ്ട് ആ സമയത്ത് ഏറ്റവും ഉചിതം മൊബൈൽ ഫോണിൽ സംസാരിക്കലാണ്. പക്ഷേ ചാർജർ വയറ് കുത്തി സംസാരിക്കരുത്. ചാർജർ ഡിസ്കണക്ട് ചെയ്തു വേണം സംസാരിക്കാൻ. ഇതാണ് ആ ഭാഗത്ത് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. ഇനി മറ്റൊന്ന്, വീണ്ടും ഞാൻ കുട്ടികളിലേക്ക് തിരിച്ചു വരുന്നു. ചെറിയ കുട്ടികൾക്ക് കളിപ്പാട്ടം പോലെ കൊടുക്കുന്ന ഈ മൊബൈൽ ഫോൺ, ഉമ്മയുടെയോ വാപ്പയുടെയോ ഫോൺ എടുത്ത് ഒരല്പം കളിക്കട്ടെ, ഗെയിം കളിക്കട്ടെ എന്ന് പറഞ്ഞ് കുട്ടികളെ ഇത് ഏൽപ്പിക്കാറുണ്ട്. ഏത് പ്രായക്കാരായ കുട്ടികളാണെങ്കിലും ഇത്തരം ഗെയിം കളിയിലൂടെ ആ കുട്ടികൾ തെമ്മാടിയും കൊലയാളിയുമായി മാറുന്നുണ്ട് എന്ന് അമേരിക്കയുടെ ഒരു പഠനം നമ്മെ അറിയിക്കുന്നുണ്ട്. അമേരിക്കയിൽ ഈ അടുത്തൊരു പഠനം നടത്തി 10 വയസ്സിന്റെയും 5 വയസ്സിന്റെയും 10 വയസ്സിന്റെയും ഇടയിലുള്ള കുട്ടികൾക്ക് മൊബൈൽ ഫോണിലെയും കമ്പ്യൂട്ടറിലൂടെയുമുള്ള ഗെയിമുകൾ കളിച്ച്, എത്തരം ഗെയിം എന്ന് പറഞ്ഞാൽ തോക്കുകളും കടാരകളും ഉപയോഗിച്ച് വെടിവെച്ച് ആയിരക്കണക്കിന് ആളുകളെ കൊല്ലുന്ന ഗെയിം, കാറുകൾ ഉപയോഗിച്ച് മറ്റു കാറുകളെ ആക്സിഡന്റ് ഉണ്ടാക്കി ഒരുപാട് ആളുകളെ കൂട്ടത്തോടെ കൊല ചെയ്യുന്ന ഗെയിമുകൾ ഇന്ന് സാധാരണ നമ്മുടെ മൊബൈൽ ഫോണിലും കമ്പ്യൂട്ടറുകളിലും ഉണ്ട്. ഇതൊരു ഗെയിമല്ലേ, കുട്ടികൾ കളിക്കുകയല്ലേ എന്ന് പറഞ്ഞ് രക്ഷിതാക്കൾ കണ്ണടക്കുകയാണ്. ഓർക്കുക, അമേരിക്കയിലെ പഠനം പറയുന്നു, 5 വയസ്സിന്റെയും 10 വയസ്സിന്റെയും ഇടയിലുള്ള ഇത്തരം കുട്ടികൾ ഇത്തരം ഗെയിമുകൾ കളിച്ചതുകൊണ്ട് 10ന്റെയും 20ന്റെയും വയസ്സിനിടക്ക് അവരിൽ ഒരു പഠനം നടത്തി, 100 കുട്ടികളിൽ ഒരു പഠനം നടത്തിയിട്ട് ഈ 100 കുട്ടികളിൽ 80 കുട്ടികളും കൊലയാളിയായി മാറി. മാത്രമല്ല, ഓരോ ആളുകളും 2ഉം 3ഉം ആളുകളെ കൊല ചെയ്യപ്പെട്ടത്രേ. ഇതിൽ നിന്നും നാം മനസ്സിലാക്കുന്നത്, ഒറിജിനൽ തോക്ക് കിട്ടിയാൽ അച്ഛന്റെയോ അമ്മയുടെയോ ഉപ്പയുടെയോ തോക്കൊന്ന് അലമാരയിൽ കണ്ടാൽ അത് എടുത്ത് സ്കൂളിലേക്ക് കൊണ്ടുപോയി സഹപാഠികളെ ചെറപറ വെടിവെക്കുന്ന ഒരു ശീലം, ഒരു സ്വഭാവം, ഒരു മൈൻഡ് കുട്ടിയിലേക്ക് വളരുകയും ആ തോക്ക് കിട്ടിയാൽ അവരെ കൊല ചെയ്ത് അതൊരു ഗെയിമാണെന്ന് തെറ്റിദ്ധരിച്ച് അത് കൊല ചെയ്യുന്നു എന്ന് അമേരിക്കയുടെ പഠനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് യാതൊരു കാരണവശാലും കമ്പ്യൂട്ടറിലും ഇത്തരം ഗെയിം പോലുള്ള അട്ടാരി, സോണിയുടെ പോലുള്ള പല പല ഗെയിം എക്യുപ്മെന്റ്സുകൾ ഇന്ന് വിദേശത്ത് നിന്നും വലിയ വലിയ വില കൊടുത്ത് വീട്ടിൽ കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്യാറുണ്ട്. ഇത്തരം ഗെയിമുകളാണ് കുട്ടികൾക്ക് കൂടുതൽ ഇഷ്ടം. ടൈം പാസ് എന്ന പേരിൽ മൊബൈൽ ഫോണിലും ഇത്തരം ഗെയിമുകൾ ഇന്ന് കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരിക്കലും ഇത്തരം ഗെയിമുകൾ കുട്ടികളെ പ്രോത്സാഹിപ്പിക്കരുത്. നല്ല ബുദ്ധി വികസിക്കുന്ന നല്ല രസകരമായ കളികൾ വേറെയുണ്ട്. അത് കണ്ടെത്തി അതിന് പ്രോത്സാഹനം കൊടുക്കുക. ഇത്തരം കളികൾ നിങ്ങൾ അനുവദിക്കരുത്. കുട്ടികൾക്ക് അത് അറിയില്ല. ഇനി മറ്റൊന്ന് സൂചിപ്പിക്കാനുള്ളത്, ഫോണിൽ അലാറം വെച്ച് കിടക്കുന്ന വീട്ടുകാർ, ആണുങ്ങളും പെണ്ണുങ്ങളും ഇന്ന് ഫോണിൽ അലാറം വെച്ച് കിടന്നുറങ്ങാറുണ്ട്. എവിടെയാണ് ഈ ഫോൺ അലാറം വെക്കുന്നത്? തലയണയുടെ അടിയിൽ. 5-6 മണിക്കൂർ റെസ്റ്റ് എടുക്കാൻ വേണ്ടി തലയണയുടെ അടിയിൽ മൊബൈലിൽ അലാറം വെച്ചുകൊണ്ട് കിടന്നുറങ്ങുന്നു. നേരം പുലരുവോളം ഒരു റേഡിയേഷൻ തലക്കേറ്റ് വിശ്രമിക്കുന്ന ഈ അവസ്ഥ മാറണം.
രണ്ട് തെറ്റുകളാ ചെയ്യുന്ന. ഒന്ന്, അലാറം ഓൺ ചെയ്ത ഉടനെ തന്നെ ഫോൺ എടുത്ത് ഓഫ് ചെയ്ത് അവിടെ തന്നെ കിടക്കും. നമസ്കരിക്കാനോ മറ്റാവശ്യങ്ങൾക്കോ 4 മണിക്കോ 5 മണിക്കോ ഉണരേണ്ട ആളുകൾ ആ അലാറം ഉടനടി ഓഫ് ചെയ്തുകൊണ്ട് ഉടനെ അവിടെ തന്നെ കിടക്കും. മറിച്ച് ഈ മൊബൈൽ ഫോൺ തൊട്ടപ്പുറത്തുള്ള ഒരു ജനവാതിലിന്റെ അരികത്ത് കൊണ്ടുവയ്ക്കുകയാണെങ്കിൽ ഉണർന്നാൽ അവിടെ നിന്ന് എണീറ്റ് ഒരല്പം നടന്ന് ആ മൊബൈൽ ഫോൺ എടുത്ത് സ്വിച്ച് ഓഫ് ചെയ്യുന്ന ഒരു സമയം നാം ഉണർന്നു കഴിഞ്ഞു, നമുക്ക് ജോലിയിലേക്കോ നമ്മുടെ കാര്യങ്ങളിലേക്കോ കടക്കാം. അതുകൊണ്ട് അലാറം ഒരിക്കലും തലയണിയുടെ ഉള്ളിൽ വെച്ച് ഓണാക്കി വെക്കരുത്. ഓഫ് എന്ന് പറഞ്ഞാൽ എപ്പോഴും മൊബൈൽ ഫോൺ എപ്പോഴും ഓണാ, അതിൽ നിന്നും ഒരു റേഡിയേഷൻ സിഗ്നൽ പുറത്തേക്ക് വരുന്നുണ്ട്, അത് തലക്ക് റേഡിയേഷൻ ഉണ്ടാക്കും. ഒരിക്കലും അരുത്. ഇനി വളരെ പ്രധാനപ്പെട്ട, എല്ലാ മലയാളികളും ഇത് വളരെ സീരിയസ് ആയി മനസ്സിലാക്കേണ്ട ഒരു ടിപ്പാണ് ഞാൻ അടുത്ത് പറയാൻ പോണത്. ഈ ടിപ്പുകൾ കേട്ട ആളുകൾ, ധാരാളം ആളുകൾ വിദേശത്ത് നിന്നും ഗൾഫ് രാജ്യത്തിൽ നിന്നും മറ്റും ദിവസവും കഴിയുന്നത്ര ആളുകളെ അടുത്തേക്ക് എത്തിച്ചു കൊടുക്കണം. അതാണ് അടുത്ത സന്ദേശം, വളരെ ഡേഞ്ചർ ആയ ഒരു സന്ദേശം. അത് പറയുന്നതിന് മുമ്പ്, നമ്മുടെ മൊബൈൽ ഫോണിലും കമ്പ്യൂട്ടറിലും ഒരുപാട് നല്ല പ്രോഗ്രാമുകൾ ഉണ്ട്. പ്രോഗ്രാം എന്ന് ഉദ്ദേശിച്ചാൽ അതിലെ സേഫ്റ്റി കൺട്രോൾ സിസ്റ്റം എന്ന് പറയും. അഥവാ നാം അറിയാതെ മൊബൈൽ ഫോണിലെയോ കമ്പ്യൂട്ടറിന്റെ ഹാർഡ് ഡിസ്കിലോ ഉള്ള ഡാറ്റകൾ മായ്ച്ചു കളഞ്ഞാൽ, നാം അറിയാതെ ഒന്ന് മായ്ച്ചു പോയാൽ, അല്ലെങ്കിൽ അറിഞ്ഞോ അറിയാതെയോ മായ്ച്ചു കളഞ്ഞാൽ, ആ ഡാറ്റ, ആ ഇൻഫർമേഷൻ, ആ പിക്ചർ, ആ കോണ്ടാക്ട് നമ്പർ, ആ മെസ്സേജുകൾ, ആ നോട്ട്സുകൾ തിരിച്ചു കിട്ടാൻ വേണ്ടി ആ മൊബൈൽ ഫോണിന്റെ ചിപ്പിനകത്തും കമ്പ്യൂട്ടറിന്റെ ഹാർഡ് ഡിസ്കിനകത്തും ഒരു പുതിയ സംവിധാനം വെച്ചിട്ടുണ്ട്. എന്താണ് ആ സംവിധാനം എന്ന് വെച്ചാൽ, മൊബൈൽ ഫോൺ ആണെങ്കിൽ അതിന്റെ മെമ്മറി കാർഡിലോ അല്ലെങ്കിൽ മൊബൈൽ ഫോണിന്റെ ഉള്ളിലെ ചിപ്പിലും ഈ ഡാറ്റ നഷ്ടപ്പെട്ടാൽ തിരിച്ചെടുക്കുന്ന ഒരു കംപ്രസ്ഡ് ഫയൽ, അഥവാ എത്ര മായ്ച്ചു കളഞ്ഞാലും അതിന്റെ ഒരു ചുരുക്ക രൂപം ആ മൊബൈൽ ഫോണിന്റെ ഏതെങ്കിലും ഒരു കോണിൽ ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. നിങ്ങൾ എത്ര മായ്ച്ചു കളഞ്ഞാലും, 9 തവണ മായ്ച്ചു കളഞ്ഞാലും, 10 തവണ മായ്ച്ചു കളഞ്ഞാലും ഉണ്ടാകുന്നതല്ല. ഇങ്ങനെ രഹസ്യമായി ഒളിപ്പിച്ചു വെച്ച ആ പിക്ചറുകളും ആ ഡാറ്റയും ആ ഇത്രയും ഡാറ്റ അതിൽ ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. ഇത് തിരിച്ചെടുക്കുന്ന ഒരു സോഫ്റ്റ്വെയറിന്റെ പേരാണ് ഡാറ്റ റിക്കവറി സോഫ്റ്റ്വെയർ. ഇന്ന് ഇന്റർനെറ്റിൽ സൗജന്യമായും ലഭിക്കും, അല്ല പണം കൊടുത്താലും ലഭിക്കും. ഇത്തരം സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് നഷ്ടപ്പെട്ട ഈ ഡാറ്റകളൊക്കെ, മായ്ച്ചു കളഞ്ഞ ഡാറ്റകളൊക്കെ ഒരു കമ്പ്യൂട്ടറിന്റെ സഹായത്തോടെ നമുക്ക് റീട്രീവ് ചെയ്യാൻ, തിരിച്ചെടുക്കാൻ സാധിക്കുമെന്ന ഒരു കണ്ടെത്തൽ വളരെ നല്ലൊരു കണ്ടെത്തലാണ്. കാരണം വിലപ്പെട്ട ഡാറ്റകൾ നഷ്ടപ്പെടാതെ സൂക്ഷിക്കാൻ ഈ ഒരു സോഫ്റ്റ്വെയർ വളരെ വലിയ ഒരു അനുഗ്രഹമാണ്. ഓക്കെ, ഞാൻ ആ ഭാഗം തൽക്കാലം മാറ്റിവെക്കട്ടെ. 1990 മുതൽ അക്കാലത്ത് 90-95 വരെ, അതിന് മുമ്പത്തെ കഥ പറയുന്നില്ല, ഡിജിറ്റൽ ക്യാമറ കണ്ടുപിടിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അന്നത്തെ ജനങ്ങൾ ഒരു ക്യാമറ ഉപയോഗിച്ച് അതിനൊരു ഫിലിമൊക്കെ വാങ്ങിച്ച് അതിലൊരു ഫോട്ടോ എടുത്താൽ അത് വാഷ് ചെയ്ത് കഴുകി കാണണമെങ്കിൽ ഒരു ലബോറട്ടറിയിൽ ഒരു ലാബ് ടെക്നീഷ്യന്റെ അടുത്ത് കൊണ്ടുപോകണം. എങ്കിൽ മാത്രമേ നമുക്ക് അതിലുള്ള ചിത്രങ്ങൾ തിരിച്ചു കിട്ടാൻ സാധിക്കൂ. അല്ലാതെ നമുക്ക് തന്നെ ഒരു ഫിലിം എടുത്ത് കഴുകാനുള്ള സംവിധാനമില്ല. അതുകൊണ്ട് തന്നെ അന്നത്തെ ആളുകൾ, ഭാര്യ ഭർത്താക്കന്മാരും കാമുകന്മാരും സ്നേഹിതന്മാരും ആണും പെണ്ണും ഒന്നും തന്നെ നഗ്നമായ ഫോട്ടോകളോ ഡ്രസ്സില്ലാത്ത ഫോട്ടോകളോ അന്ന് എടുക്കാറില്ല. കാരണം അത് മറ്റൊരാൾ കാണാൻ സാധ്യതയുണ്ട്. ഇന്ന് ആ പ്രശ്നം പരിഹരിക്കപ്പെട്ടിരിക്കുന്നു. ഡിജിറ്റൽ സാങ്കേതിക വിദ്യയോടുകൂടി, ഡിജിറ്റൽ ക്യാമറയും മൊബൈൽ ഫോണിലെ ക്യാമറയോ വന്നതോടുകൂടി നമുക്ക് ആ ഒരു സംവിധാനം പൂർത്തീകരിക്കാൻ സാധിച്ചു. അഥവാ ആരും കാണാതെ തന്നെ സ്വന്തമായ ഫോട്ടോകൾ എടുക്കാനും ഇഷ്ടമുള്ളപ്പോൾ അത് കാണാനും മായ്ച്ചു കളയാനുമുള്ള സംവിധാനം ഇന്ന് മൊബൈൽ ഫോണുകളിൽ ഉണ്ട്. ഒരുപാട് കുടുംബങ്ങൾ, ഒരുപാട് പെൺകുട്ടികൾ, ഒരുപാട് ആൺകുട്ടികൾ, ഒരുപാട് ഭാര്യ ഭർത്താക്കന്മാരും ഇന്ന് ഈ സംവിധാനം ശരിക്കും യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്, ഉപയോഗിക്കുന്നുണ്ട്. കാരണം മറ്റുള്ളവരുടെ ചിത്രങ്ങളും ഇംഗ്ലീഷുകാർ അഭിനയിച്ച പടങ്ങളും കാണുന്നതിലും നല്ലത് അവനവൻ അഭിനയിച്ച പടങ്ങൾ ഒരിക്കൽ കൂടി കാണുന്നതല്ലേ എന്നും ഒരു പറ്റം യുവാക്കളുടെ മൊഴിയാണിത്. അതിനെനിക്ക് തൽക്കാലം ഉത്തരമില്ല. പക്ഷേ ഓർക്കുക, ഇങ്ങനെ നിങ്ങൾ എടുത്ത് കണ്ട് മായ്ച്ചു കളഞ്ഞ ഫോട്ടോകളും നിങ്ങളുടെ ക്യാമറയും നിങ്ങളുടെ ഡിജിറ്റൽ മെമ്മറി കാർഡുകളും 6 മാസം, 1 വർഷം, 2 വർഷം നിങ്ങൾ ഉപയോഗിച്ചതിന് ശേഷം ഈ മൊബൈൽ ഫോൺ നിങ്ങൾ പഴയ വിലക്ക് നിങ്ങളുടെ സുഹൃത്തിന് കൈമാറും. മാർക്കറ്റിൽ കൊണ്ടുപോയി വിൽപ്പന നടത്തും. അത് മറ്റൊരാൾ ഉപയോഗിക്കും. അതിൽ ഒളിഞ്ഞു കിടക്കുന്ന ഡാറ്റകൾ റിട്രീവ് ചെയ്യാൻ ഇന്നത്തെ
ഈ ഡാറ്റ റീകവറി സോഫ്റ്റ്വെയറിന് കഴിയും എന്ന് തൊട്ട് മുമ്പേ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഇത് രണ്ടും കൂടെ ഒന്ന് കൂട്ടി വായിക്കുക. രഹസ്യമായി ആരാരും കാണാതെ സ്വന്തം വീടിന്റെ ഉള്ളിലിരുന്നു കൊണ്ട് വെളിച്ചം പോലും ഓൺ ചെയ്യാതെ വളരെ സുന്ദരമായി എടുക്കാൻ പറ്റുന്ന ക്യാമറകളാണ് ഇന്നത്തെ ഡിജിറ്റൽ സാങ്കേതിക വിദ്യ. അതിന് നൈറ്റ് വിഷൻ മോഡ് എന്നും നൈറ്റ് വിഷൻ ക്യാമറ എന്നും പറയുന്നു. വെളിച്ചം പോലും വേണ്ട. അങ്ങനെ സ്വകാര്യമായി എടുത്ത് കണ്ട് മായ്ച്ചു, വീണ്ടും എടുത്ത് മായ്ച്ചു. അത് വീഡിയോ ആയാലും സ്റ്റിൽ ഫോട്ടോ ആയാലും അത്തരം ഫോട്ടോകളെല്ലാം മായ്ച്ചു കളഞ്ഞു. ഒരു 6 മാസമോ 1 വർഷമോ കഴിഞ്ഞ് ആ ഫോണും ചിപ്പും നാം അടുത്ത ആളുകൾക്ക് കൈമാറുമ്പോൾ, അല്ലെങ്കിൽ അതൊരു ടെക്നീഷ്യന്റെ കയ്യിൽ കൊടുത്തൊന്ന് റിപ്പയർ ചെയ്യാൻ കൊണ്ടുപോകുമ്പോൾ, ഇല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്നും അത് കളവ് പോയാൽ അത് കിട്ടുന്ന ആ യുവാവ്, അത് കിട്ടുന്ന വ്യക്തി ഇതിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കൽ അല്ല, മായ്ച്ചു കളഞ്ഞത് എന്തുണ്ട് എന്നാണ് ഇപ്പൊ പരിശോധിക്കുന്നത്. റിപ്പയറിങ്ങിന് കൊടുക്കുമ്പോൾ ടെക്നീഷ്യൻ ചിന്തിക്കുന്നത് എല്ലാ ടെക്നീഷ്യന്റെയും കാര്യമല്ല, നല്ല ടെക്നീഷ്യന്മാരുണ്ട്, നല്ല സർവീസ് സെന്ററുകളുണ്ട്, എല്ലാവരെയും കാര്യമല്ല പറയുന്നത്. ഇതിൽ മായ്ച്ചു കളഞ്ഞത് എന്തുണ്ട്? +2 പഠിക്കുന്ന, ഡിഗ്രിക്ക് പഠിക്കുന്ന ഒരു പെൺകുട്ടി ഒരു മൊബൈൽ ഫോൺ ഒരു കടയിൽ റിപ്പയറിങ്ങിന് കൊടുത്താൽ അവൻ ആദ്യം ചിന്തിക്കുന്നു ഇതിൽ മായ്ച്ചു കളഞ്ഞത് എന്തുണ്ട്. SSLCക്ക് പഠിക്കുന്ന, +2ന് പഠിക്കുന്ന ഒരു ആൺകുട്ടി മൊബൈൽ ഫോണുമായി ഒരു കടയിൽ പോയാൽ ഇത് ആദ്യം പരിശോധിക്കുന്നു മായ്ച്ചു കളഞ്ഞത് എന്തുണ്ട് എന്ന്. അങ്ങനെ മായ്ച്ചു കളഞ്ഞത് എന്തുണ്ട് എന്ന് പരിശോധിച്ച് മായ്ച്ചു കളഞ്ഞ ഫോട്ടോകളെല്ലാം ഡൗൺലോഡ് ചെയ്ത് അവർ കൺകുളിർക്കെ കാണുകയും അത് വെബ്സൈറ്റിലേക്ക് അപ്ലോഡ് ചെയ്ത് $5-10 കരസ്ഥമാക്കുന്ന യുവാക്കൾ നമ്മുടെ നാട്ടുകളിലുണ്ട്. അതുകൊണ്ട് എനിക്കൊന്നേ വീണ്ടും പറയാനുള്ളൂ, പാതിര നേരത്ത് ആരുമാരും കാണാതെ ഒറ്റക്കിരുന്ന് ചെയ്താൽ പടച്ച റബ്ബ് മേലെ നിന്ന് കാണുന്നുണ്ട് എന്ന് പറയാൻ തുടങ്ങിയിട്ട് 1400 കൊല്ലങ്ങൾക്ക് അപ്പുറമായി. അതൊന്നും നമ്മുടെ തലയിലേക്ക് കൊള്ളുന്നില്ല, മനസ്സിലായിട്ടില്ല. ഇന്നിതാ ആധുനിക സംവിധാനം, ഇന്നത്തെ സാങ്കേതിക വിദ്യ, ടെക്നോളജി പറയുന്നു സ്വകാര്യമായി കൂരാക്കൂരി ഇരുട്ട് നിന്ന് നിങ്ങളെടുത്ത ചിത്രങ്ങളും അത് എല്ലാ കാര്യങ്ങളും കോടാനുകോടി ആളുകൾ ഇന്റർനെറ്റിലൂടെ കാണുന്നുണ്ട് എന്ന് പറയുമ്പോൾ അതിലൊരു വിശ്വാസം, തന്നെ ആ ക്യാമറയെയും ആ ഇന്റർനെറ്റിനെയും ആ കമ്പ്യൂട്ടറിനെയും ആ ടെക്നോളജിയെയും വലിയ പേടിയാണ്, വലിയ ഭയമാണ്. എന്നാൽ പരിശുദ്ധ ഖുർആനിലും ഹദീസിലും 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് തന്നെ ഇക്കാര്യം വളരെ വ്യക്തമായി എഴുതിയതാണ്. അതൊന്നും നമ്മുടെ തലയിലേക്ക് ഭയം കേറിയിട്ടില്ലെങ്കിൽ ഇന്നിതാ പടപ്പുകൾ കണ്ടുപിടിച്ച ഈ സാങ്കേതിക വിദ്യയെ ഒന്ന് ചിന്തിച്ചു നോക്ക്. നമ്മുടെ മാനം പോകും, ആത്മഹത്യ ചെയ്യേണ്ടി വരും. സ്വന്തം പടങ്ങൾ ഇതുപോലെ മറ്റുള്ളവരുടെ കയ്യിൽ അല്ല. ഭാര്യയുടെയും ഭർത്താവിന്റെയും പടം ഒരു പക്ഷേ നിങ്ങളുടെ മക്കളുടെ കയ്യിലെ മൊബൈൽ ഫോണിലേക്ക് തന്നെ വരാം. അല്ല, വന്നു കഴിഞ്ഞു. പല ആളുകളുടെ കയ്യിലും ഇന്നതുണ്ട്. ഈ കാര്യം ഗൗരവപൂർവം എന്റെ ശ്രോതാക്കൾ മനസ്സിലാക്കണമെന്നും ഈ സന്ദേശം പരമാവധി ആളുകളടുത്തേക്ക് എത്തിക്കണമെന്നുമാണ് ഈ പറഞ്ഞതിന്റെ പൊരുൾ. അങ്ങനെ പോകുന്നു ഈ സാങ്കേതിക വിദ്യ. എന്തിനധികം പറയുന്നു, വീഡിയോ ചാറ്റിംഗ് എന്ന പേരിൽ ഇന്ന് ഇന്റർനെറ്റ് വഴി, കമ്പ്യൂട്ടർ വഴി ഭാര്യ ഭർത്താക്കന്മാർ പോലും ചാറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, നല്ലത് തന്നെ. വർഷങ്ങളോളം വിദേശത്ത് നിന്ന് കാണാൻ കൊതിക്കുന്ന ഭാര്യ ഒരു നോക്ക് കാണാൻ, അല്ലെങ്കിൽ സ്വന്തം മക്കളെ ഒന്ന് കാണാൻ കൊതിക്കുന്നവരുമുണ്ട്. നാട്ടിൽ വരാൻ പ്രയാസപ്പെട്ട ആളുകൾ വീട്ടിലൊരു കമ്പ്യൂട്ടർ സ്ഥാപിച്ചു വെച്ച് അതിലൊരു വീഡിയോ ക്യാമറയും സ്ഥാപിച്ചു വെച്ച് അങ്ങ് അകലെ വിദേശത്ത് നിന്നുകൊണ്ട് മറ്റൊരു കമ്പ്യൂട്ടർ വഴി അവിടെ ഒരു ക്യാമറ കണക്ട് ചെയ്തുകൊണ്ട് ഭാര്യയുമായി കണ്ട് സംസാരിക്കുന്ന സാങ്കേതിക വിദ്യ വളരെ രസകരമാണ്, ആനന്ദവുമാണ്. നാട്ടിൽ വരാത്തവർക്ക് അത് വലിയൊരു സൗകര്യവുമാണ്. എന്നാൽ ഓർക്കുക എന്റെ സഹോദരങ്ങളെ, ഈ ചാറ്റിങ്ങിലിടെ നിങ്ങൾ ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കാട് കടന്ന് സംസാരിക്കും, മധുരമുള്ള വാക്കുകൾ നിങ്ങൾ ഉപയോഗിക്കും. അതുപോലെ മുഖത്ത് നിന്ന് നിങ്ങളുടെ ക്യാമറകൾ പല ഭാഗത്തേക്കും താഴ്ന്നുകൊണ്ടിരിക്കും. ഹലാലായ കല്യാണം കഴിച്ചവളല്ലേ നീ, അതുകൊണ്ട് ആ ക്യാമറ ഒന്ന് താഴ്ത്തിപ്പിടിക്കണം എന്ന് പറയും അപ്പുറത്ത് നിന്ന്. ഭാര്യ അത് അനുസരിക്കും. കാരണം ഈ ഭാര്യ വീട്ടിലെ ഒറ്റക്കൊരു റൂമിൽ, അപ്പുറത്ത് ഭർത്താവ് ഒറ്റക്കൊരു റൂമിൽ, മറ്റാരും ഇത് കാണുന്നില്ല എന്ന തെറ്റിദ്ധാരണയോടെ ആ പാവം പെൺകുട്ടിയും ആ ഭർത്താവും അവരങ്ങ് കണ്ട് സംസാരിക്കും, എല്ലാ ഭാഗവും കണ്ട് സംസാരിക്കും. വളരെ ആനന്ദത്തോടെ അവര് കിടന്നുറങ്ങും. പക്ഷേ ഓർക്കുക, സൈബർ കുറ്റകൃത്യം പെരുകിക്കൊണ്ടിരിക്കുന്നു. അതേപോലെ ടെക്നോളജിയും പെരുകിക്കൊണ്ടിരിക്കുന്നു. നാം സ്വകാര്യമായി ഇങ്ങനെ സംസാരിക്കുന്ന വെബ് ക്യാമറ കണക്ട് ചെയ്തത് എവിടെയാണ്, ആരുടെ സൈറ്റിലാണ്? ഗൂഗിൾ എന്ന് പറയുന്ന, ഫേസ്ബുക്ക് എന്ന് പറയുന്ന, മെസ്സഞ്ചർ എന്ന് പറയുന്ന, അതുപോലെ യാഹൂ എന്ന് പറയുന്ന, അതുപോലെ മൈക്രോസോഫ്റ്റിന്റെയോ മറ്റു പല കമ്പനിക്കാരുടെ സൗജന്യമായി നമുക്ക് തന്ന വെബ്സൈറ്റ് ഐഡികളിലും ഇമെയിൽ ഐഡികളിലുമാണ് ഈ വെബ് ക്യാമറ നാം കണക്ട് ചെയ്തത്. അതിന് 1 രൂപ പോലും നാം ഈടാക്കിയിട്ടില്ല, അവർക്ക് കൊടുത്തിട്ടില്ല.
അവരിത് ചെയ്യുന്നത് എന്തിനു വേണ്ടി? ഈ ഡാറ്റകളും നമ്മുടെ ഇൻഫർമേഷനും മറ്റെല്ലാവർക്കും കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇത്തരം സംവിധാനങ്ങൾ പരസ്യം ചെയ്യാനും വേണ്ടിയിട്ടാണ് നമുക്ക് ഇത്തരം സംവിധാനങ്ങൾ സൗജന്യമായി നൽകിയിട്ടുള്ളത്. ഈ വെബ് ക്യാമറ കണക്ട് ചെയ്യുന്നതിന് മുമ്പ് നമുക്കൊരു ഇമെയിൽ ID നൽകാറുണ്ട്. ഈ ഇമെയിൽ ID നൽകുമ്പോൾ ഒരു എഗ്രിമെന്റ് സൈൻ ചെയ്യേണ്ടതുണ്ട്. ആ എഗ്രിമെന്റ് സൈൻ ചെയ്യുന്ന സമയത്ത് ആ പേജുകളൊന്ന് വായിച്ചു നോക്കണം. അതിനകത്തുണ്ട് നിങ്ങളുടെ ഡാറ്റയ്ക്ക് ഒരു ഗ്യാരണ്ടിയുമില്ല, ഈ ഡാറ്റകൾ നമ്മൾ പല ആളുകൾക്കും കൊടുക്കാനും അവർ ഉപയോഗിക്കാനും സാധ്യതയുണ്ട്, ഇതൊരു കൊമേഴ്സ്യലാണ്, ഇത് സീക്രട്ട് അല്ല എന്നെല്ലാം പല സന്ദേശങ്ങളും സൈൻ ചെയ്യേണ്ടതുണ്ട്. എല്ലാം കണ്ണുമടച്ച് സൗജന്യമായി കിട്ടിയതല്ലേ, ഒരു രൂപക്ക് ചെലവില്ലല്ലോ എന്ന് വിചാരിച്ച് വളരെ വ്യക്തമായി യെസ് ഐ ആം അഗ്രി എന്ന് 3 തവണ ഒപ്പിട്ടത് കൊണ്ടാണ് നമുക്ക് ആ സൗജന്യമായി ID നൽകിയതും ക്യാമറ കണക്ട് ചെയ്യാൻ ലൈസൻസ് തന്നതും. ഇനി നാം ക്യാമറ കണക്ട് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ആയിരക്കണക്കിന് ഹാക്കർമാർ, നുഴഞ്ഞു കയറ്റക്കാർ, അത് മലയാളികളും അല്ലാത്ത ആളുകളും നമ്മുടെ ഈ ചാറ്റിങ്ങിലൂടെ കയറി വരുന്നുണ്ട്. നമ്മുടെ വോയിസുകളൊക്കെ ടാപ്പ് ചെയ്യാനുള്ള സംവിധാനം ഇന്ന് കമ്പ്യൂട്ടറുകളിലുണ്ട്. നമ്മുടെ വീഡിയോ ചിത്രങ്ങൾ പകർത്താൻ ഇന്ന് കമ്പ്യൂട്ടറിൽ സംവിധാനങ്ങളുണ്ട്. അതിനെ തടയാൻ മറ്റൊരു സംവിധാനങ്ങളും ഇന്ന് കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് മണിമണിയായി സംസാരിക്കുന്ന വധൂവരന്മാരാണെങ്കിലും അവർ ഓർക്കുക, നമ്മുടെ ഈ മധുരമുള്ള സൗണ്ട് അത് റെക്കോർഡ് ചെയ്ത് നമ്മുടെ മക്കളുടെ ഫോണിൽ നാളെ റിംഗ് ടോണായി വരാൻ സാധ്യതയുണ്ട്. മുഖത്തു നിന്നും താഴ്ന്നു പോയ ക്യാമറയുടെ ചിത്രങ്ങൾ പകർത്തിയെടുത്ത് ഇന്റർനെറ്റ് വഴി അപ്ലോഡ് ചെയ്ത് ആയിരങ്ങൾ സമ്പാദിക്കുന്നവരും ഈ ഹാക്കേഴ്സിന്റെ കൂട്ടത്തിലുണ്ട്. അതുകൊണ്ട് എന്റെ സഹോദരന്മാർ ഓർക്കുക, പാതിര നേരത്ത് ഒറ്റയ്ക്കിരുന്ന് ഇങ്ങനെ വീഡിയോ ചാറ്റിംഗ് നടത്തുന്നുണ്ടെങ്കിൽ മുഖത്ത് നിന്ന് ക്യാമറ ഒരിക്കലും താഴ്ത്തരുതേ. മധുരമുള്ള വാക്കുകൾ ഒരു പരിധി വിട്ട് സംസാരിക്കരുതേ. ഇത് മാത്രമേ എനിക്ക് ഈ ഭാഗത്ത് പറയാനുള്ളൂ. കാണരുത് എന്നോ വീഡിയോ കോൺഫറൻസ് വേണ്ട എന്നോ സംസാരിക്കണ്ട എന്നോ ഒന്നും പറയുന്നില്ല. കാരണം ഏറ്റവും ചീപ്പ് ആൻഡ് ബെസ്റ്റ് ടെക്നോളജിയാണ് വീഡിയോ ചാറ്റിംഗ് എന്ന് പറയുന്നത്. അതുകൊണ്ട് എന്റെ സഹോദരങ്ങൾ ഈ സന്ദേശവും പരമാവധി ആളുകളുടെ അടുത്തേക്ക് എത്തിച്ചു കൊടുക്കുക. അതുപോലെ നമ്മുടെ ഇന്നത്തെ മൊബൈൽ ഫോണിലും ഈ സാങ്കേതിക വിദ്യ ഉണ്ട്. 3G എന്ന് പറയുന്ന 3rd ജനറേഷൻ ടെക്നോളജി, കണ്ട് സംസാരിക്കുന്ന ടെക്നോളജി. അതും ഇന്റർനെറ്റ് വഴിയാണ് പ്രവർത്തിക്കുന്നത്. ഒരിക്കലും ടവറിലൂടെ മാത്രമല്ല അത് പ്രവർത്തിക്കുന്നത്. അതിനും ഇന്റർനെറ്റ് എന്ന ഈ സംവിധാനം ഉപയോഗിക്കുന്നുണ്ട്. ഈ ഇന്റർനെറ്റ് എന്ന സംവിധാനത്തിലും 100% സെക്യൂരിറ്റി ഉണ്ട് എന്ന് പറയാൻ സാധ്യമല്ല. 3G എന്ന വീഡിയോ കോൾ പോലും ചാറ്റ് ചെയ്യുന്നത്, ചീറ്റ് ചെയ്യാൻ ഹാക്കേഴ്സിന് കഴിയുമത്രേ. അതുകൊണ്ട് വീഡിയോ കോൾ വഴി അല്ലെങ്കിൽ 3G വഴി സംസാരിക്കുന്നതും ഒരു പരിധി വിട്ട് നിങ്ങൾ കാത്തു സൂക്ഷിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുപോലെ ഇന്റർനെറ്റ് വഴി നിങ്ങൾ വീട്ടിലേക്ക് വിളിക്കുകയാണെങ്കിൽ, നെറ്റ് കോൾ ആണെങ്കിൽ അതിന്റെ തൊട്ട് മുൻപ് നിങ്ങളുടെ സ്വന്തം ഭാര്യയ്ക്ക് നിങ്ങളുടെ സ്വന്തം മൊബൈലിൽ നിന്നും മുഴുവനും പണം കൊടുത്തുകൊണ്ട് 1 മിനിറ്റെങ്കിലും സംസാരിക്കുക. എന്നിട്ട് പറയുക, ഇതാ ഈ കോള് നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കെ ഇതാ ഞാൻ ഇത് കട്ട് ചെയ്യുന്ന ഉടനെ തന്നെ ഞാൻ നിന്നെ നെറ്റ് കോള് വഴി വിളിക്കും, നീ എടുക്കണം കേട്ടോ. അത്തരം കോളുകൾ മാത്രമേ ഭാര്യ ഇവിടെ ഫോൺ അറ്റൻഡ് ചെയ്യാവൂ. മറ്റുള്ളവരെ കോൾ എടുക്കരുത്. അതിനുള്ള ഒരേ ഒരു മാർഗം ഇതെന്റെ ഭർത്താവാണ് വിളിക്കുന്നത് എന്ന് തിരിച്ചറിയാൻ, നെറ്റ് വഴി വിളിക്കുന്ന കോളിനെ ഐഡന്റിഫൈ ചെയ്യാൻ ഇതല്ലാതെ മറ്റു മാർഗങ്ങളില്ല. അതുകൊണ്ട് എല്ലാ എന്റെ സഹോദരങ്ങളും വിദേശത്തുള്ള ആളുകളൊക്കെ ഈ ഒരു ഐഡിയ, ഈ ഒരു ടിപ്പ് ഭാര്യയ്ക്ക് പറഞ്ഞു കൊടുക്കണം. അത്തരം കോളുകളെ ഭാര്യ അറ്റൻഡ് ചെയ്യാവൂ എന്നും പറഞ്ഞു കൊടുക്കണം. അതുപോലെ ഒറ്റയ്ക്ക് താമസിക്കുന്ന ഭാര്യ വീട്ടിലാണെങ്കിൽ ആര് വീട്ടിലേക്ക് കോൾ ചെയ്താലും ആ ഫോൺ എടുക്കുന്ന സമയത്ത് ചോദിക്കണം, അവരോട് വിളിക്കുന്ന ആളോട് ചോദിക്കണം, നിങ്ങൾ ആരാണ്, എവിടുന്ന് വിളിക്കുന്നു, നിങ്ങളുടെ പേരെന്താണ്, നിങ്ങളുടെ നമ്പർ എത്രയാണ്, എന്റെ ബ്രദർ പുറത്തു പോയിരിക്കുന്നു, വന്നാൽ നിങ്ങളെ തിരിച്ചു വിളിക്കും. എല്ലാവരോടും, പരിചയമില്ലാത്ത എല്ലാവരോടും ഈ ആൻസർ കൊടുക്കണം. ഒരിക്കലും എല്ലാം തുറന്ന് നിങ്ങൾ സംസാരിക്കരുത്. ഒറ്റക്കാണെങ്കിലും കൂടെ ആളുണ്ടെങ്കിലും ഈ ആൻസർ കൊടുക്കണം. കാരണം വിളിക്കുന്നത് പ്രധാനമന്ത്രിയാണെങ്കിൽ പോലും, പ്രധാനമന്ത്രി ചേട്ടാ നിങ്ങളുടെ പേരെന്താണ്, നിങ്ങളുടെ ഫോൺ നമ്പർ എത്ര, ഞാൻ നിങ്ങളെ തിരിച്ചു വിളിക്കാം എന്ന് പറയണം. അതൊരു ഫേക്ക് കോൾ ആണെങ്കിൽ ആ ചോദ്യത്തോടു കൂടി അവസാനിക്കുന്നു. അതൊരു നല്ല കോളാണെങ്കിൽ പേരും ഫോൺ നമ്പറും അവർ കൃത്യമായി പറഞ്ഞു തരുന്നു. ഇങ്ങനെ നമുക്ക് ഒരു പരിധിവരെ ഇത്തരം ഫോണിലൂടെയുള്ള ചീറ്റിംഗിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും. അങ്ങനെ ഒട്ടനവധി ടിപ്സുകൾ പറയാനുണ്ട്. സമയം എനിക്ക് തോന്നുന്നു ഇനിയും ഒരു 2-3 മിനിറ്റുകളും 5 മിനിറ്റിന്റെ താഴെ ബാക്കിയുള്ളൂ. ഏതായാലും ഒരല്പ ടിപ്പുകൾ കൂടി പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. ഇൻഷാ അല്ലാഹ് മറ്റു സമയങ്ങളിൽ കൂടുതൽ ഇത്തരം കാര്യങ്ങൾ നമുക്ക് പഠിക്കാം. അതുപോലെ വീണ്ടും ഞാൻ കുട്ടികളുടെ അടുത്തേക്ക് തന്നെ തിരിച്ചു വരട്ടെ. ഈ അടുത്ത കാലത്ത് 7ാം ക്ലാസ്സിലെ സ്കൂള്
7ൽ പഠിക്കുന്ന UP സ്കൂളുകളിൽ ഒരു പഠനം നടത്തി, ഒരു സർവേ നടത്തി. 100ൽ 30 കുട്ടികളുടെ കയ്യിൽ മൊബൈൽ ഫോൺ. 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന 7 എന്ന് പറയുമ്പോൾ 10-12 വയസ്സ് മാത്രം പ്രായമുള്ള കുട്ടികളുടെ 100ൽ 30 കുട്ടികളുടെ കയ്യിൽ, പെൺകുട്ടികളുടെ കയ്യിലും ആൺകുട്ടികളുടെ കയ്യിലും ഇന്ന് മൊബൈൽ ഫോണുകൾ. ആ 30 ഫോണിൽ പകുതി ഫോണുകളും ഉമ്മ വാങ്ങിക്കൊടുത്തതല്ല, രക്ഷിതാക്കൾ വാങ്ങിക്കൊടുത്തതല്ല. പിന്നെ എവിടെ നിന്ന് കിട്ടി എന്ന് ചോദിച്ചപ്പോൾ കാമുകന്മാർ സമ്മാനമായി കൊടുത്തതാണത്രേ. 7ാം ക്ലാസ് പഠിക്കുന്ന കുട്ടികൾക്ക് പോലും കാമുകന്മാർ. ഇതുണ്ടാക്കാനുള്ള ആദ്യ ലൈസൻസ് ആണ് മൊബൈൽ ഫോൺ. രക്ഷിതാക്കൾ എന്തിന് ഈ കടുങ്കൈ, ഈ പൊന്നോമണ മക്കളോട് ചെയ്യുന്നു? പണമുണ്ടെങ്കിൽ മറ്റെന്തെല്ലാം സൗകര്യങ്ങൾ നമ്മുടെ കുട്ടികൾക്ക് വാങ്ങിക്കൊടുക്കാം. പ്രേമിക്കാനുള്ള ലൈസൻസ് കൊടുക്കണോ? ആത്മഹത്യക്കുള്ള ലൈസൻസ് കൊടുക്കണോ? നരകത്തിലേക്കുള്ള സർട്ടിഫിക്കറ്റ് കൊടുക്കണോ? മറ്റു പല മാർഗങ്ങളും നമുക്കില്ലേ? 7ാം ക്ലാസ്സിൽ അങ്ങനെ. 9ാം ക്ലാസ്സിൽ ഒരു സർവേ നടത്തിയപ്പോൾ 100ൽ 60 കുട്ടികളുടെ കയ്യിൽ മൊബൈൽ ഫോണുകൾ, ഒളിപ്പിച്ചും അല്ലാതെയും അവരെ കയ്യിൽ. യൂണിഫോമിന്റെ സോക്സിനടിയിൽ സിം കാർഡുകൾ, യൂണിഫോമിന്റെ സോക്സിനടിയിൽ മെമ്മറി കാർഡുകൾ, ബ്ലൗസിനകത്തും മറ്റും ഒളിച്ചും മെമ്മറി കാർഡുകളും സിം കാർഡുകളും ഒളിപ്പിച്ചാണ് ഇവർ സ്കൂളിലേക്ക് വരുന്നത്. മാത്രവുമല്ല, ഓരോ കുട്ടികളുടെ കയ്യിലും 2 സിം കാർഡുകളാണ്. 100 കുട്ടികളെ പരിശോധിച്ചപ്പോൾ അതിൽ 25 കുട്ടികളുടെ കയ്യിലും ഡബിൾ സിം കാർഡ്. ഒന്ന് വീട്ടിൽ നിന്ന് കൊടുത്തത്, മറ്റൊന്ന് കാമുകൻ സമ്മാനിച്ചത്. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു? ഈ കുട്ടികളെല്ലാം ഇത് ദുരുപയോഗം ചെയ്യുന്നു. 100ൽ 90 കുട്ടികളും ഇത് മിസ്യൂസ് ചെയ്യുന്നു. ഇനി 10ാം ക്ലാസ്സിലെ കുട്ടികൾ 100 കുട്ടികളിലെ മൊബൈൽ ഫോൺ ഒന്ന് പരിശോധിച്ചപ്പോൾ കിട്ടിയ വാർത്ത ഞെട്ടുന്നതായിരുന്നു. 10ാം ചിത്രങ്ങൾ പിടികൂടിയത്രേ. ഓർക്കുക നിങ്ങൾ, ഇതിലെ പകുതിയിലധികം ഫോണുകളും വാങ്ങിച്ചു കൊടുത്തത് രക്ഷിതാക്കൾ തന്നെ. എന്തിനു വേണ്ടി? നീലച്ചിത്രങ്ങൾ കാണാൻ വേണ്ടി. അതാണ് ഇതിന്റെ യഥാർത്ഥ പ്രധാന ഉപയോഗങ്ങളാണ് അത്രേ. ഇതിന്റെ ചിത്രങ്ങൾ ബ്ലൂടൂത്ത് വഴിയും മറ്റ് മെമ്മറി കാർഡുകൾ വഴിയും എക്സ്ചേഞ്ച് ചെയ്യുന്ന കുട്ടികളും അധികമുണ്ട്. പല സ്കൂളുകളിലും ഈ സംവിധാനം, ലൈബ്രറി സംവിധാനമുണ്ട്. സ്കൂളുകളിൽ എത്ര നിരോധിച്ചാലും കുട്ടികൾ ഇത് മറ്റു കടകളിലും അതുപോലെ ഗേറ്റിനുള്ളിലും മാളത്തിലും പലയിടത്തും ഒളിപ്പിച്ചു വെച്ചാണ് സ്കൂളിലേക്ക് വരുന്നത്. ഇതാരാണ് വാങ്ങിക്കൊടുക്കുന്നത്? പകുതിയിലധികം മൊബൈൽ ഫോണുകളും രക്ഷിതാക്കൾ തന്നെയാണ് വാങ്ങിക്കൊടുക്കുന്നത്. എന്തിനു വേണ്ടി ഈ കുട്ടിക്ക് ഇത് വാങ്ങിക്കൊടുക്കുന്നു? 90% ഇതിന്റെ തെറ്റായ വശങ്ങളാണ്. 10% മാത്രമേ ഇതിൽ നന്മയുള്ളൂ. ഈ നന്മയ്ക്ക് വേണ്ടി എന്തിന് ഈ ഒരു വലിയ റിസ്ക് എടുക്കണം? ഈ ചെറിയ കുട്ടികൾക്ക് ദയവ് ചെയ്ത് ഈ മൊബൈൽ ഫോണുകൾ കൊടുക്കരുത്. വളരെ പ്രധാനപ്പെട്ട ഒരുപാട് ഉപകരണങ്ങൾ നമുക്ക് മറ്റെന്തെല്ലാം വാങ്ങിച്ചു കൊടുക്കാനുണ്ട്. അരുത്. ഇനി +1 +2 പഠിക്കുന്ന കുട്ടിയുടെ കാര്യം ഒന്നെടുക്കാം. അവരുടെ കയ്യിലുമുണ്ട് ഇത്തരം മൊബൈൽ ഫോൺ. പ്രേമിക്കാൻ, സല്ലപിക്കാനാണ് കൂടുതൽ കുട്ടികളും ഇത് ഉപയോഗിക്കുന്നത്. സുഹൃത്ത് ബന്ധങ്ങൾ ആണിയിട്ട് ഉറപ്പിക്കാനാണ് മൊബൈൽ ഫോൺ എങ്കിൽ, പ്രേമബന്ധങ്ങൾ ഉറപ്പിക്കാനാണ് ഇത്തരം കുട്ടികൾ മൊബൈൽ ഫോണുകൾ ഉപയോഗിക്കുന്നത്. പാടില്ല. വളരെ നിർബന്ധമാണ് എങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാം കുട്ടികൾക്കൊരു മൊബൈൽ ഫോൺ, +1 +2 പഠിക്കുന്ന കുട്ടിക്ക്. പക്ഷേ ആ മൊബൈൽ ഫോൺ ആരൊക്കെ വിളിക്കുന്നുണ്ട്, ആർക്കൊക്കെയാണ് വിളിക്കുന്നത് എന്ന് വീട്ടിൽ നിന്നും പല മാർഗത്തിലും അത് പരിശോധിക്കാനുള്ള ഒരു മനസ്സെങ്കിലും നാം കാണിക്കണം. അതല്ലാതെ ഒരിക്കലും നിങ്ങൾ അത്തരം മൊബൈൽ ഫോണുകൾ ഈ കുട്ടികൾക്ക് കൊടുക്കരുത്. മൊബൈൽ ഫോൺ എന്നത് വെറും ഫോണല്ല. ഞാൻ നേരത്തെ പറഞ്ഞു, അതിൽ TV ഉണ്ട്, കമ്പ്യൂട്ടർ ഉണ്ട്, ഇന്റർനെറ്റ് ഉണ്ട്, ടെക്സ്റ്റ് ബുക്കുകളുണ്ട്, അതുപോലെ CD പ്ലെയർ ഉണ്ട്, ക്യാമറ ഉണ്ട്, അലാറം ഉണ്ട്, റിംഗ് ടോൺ ഉണ്ട്, മ്യൂസിക് ഉണ്ട്. അങ്ങനെ ഇന്ന് ലോകത്ത് വേണ്ട ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളൊക്കെ ഇന്ന് തന്റെ പോക്കറ്റിലുണ്ട് എന്നത് മറക്കണ്ട. ഒരു ഹാജിയാർ പറഞ്ഞ കഥയാ. എന്റെ വീട്ടിൽ കമ്പ്യൂട്ടർ ഇല്ല, എന്റെ വീട്ടിൽ ടെലിഫോൺ ഇല്ല, എന്റെ വീട്ടിൽ അതുപോലെ ഈ TV ഇല്ല, അതുപോലെ ലൈൻ കേബിളുകളും FM റേഡിയോ സ്റ്റീരിയോ അതുപോലെ ഒന്നും എന്റെ വീട്ടിൽ ഞാൻ വെച്ചിട്ടില്ല. ഞാൻ എന്റെ മക്കളെ അങ്ങനെയാ വളർത്തിയത്. പക്ഷേ +2 പഠിക്കുന്ന പെൺകുട്ടിയുടെ പോക്കറ്റിൽ ഒരു മൾട്ടിമീഡിയ മൊബൈൽ ഫോൺ കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് ഇതൊന്നും ഉണ്ട് എന്ന് ഈ പാവം കുട്ടിക്കറി, ഈ രക്ഷിതാക്കൾക്ക് അറിയില്ലേ? എന്നാൽ ഓർക്കുക, അതിനെല്ലാം നല്ലത് ആ മൊബൈൽ ഫോണിന് പകരം നല്ലൊരു കമ്പ്യൂട്ടറും ഒരു TVയും തന്റെ വീട്ടിന്റെ തുറസായ ഹോളിൽ എല്ലാവരും കാണത്തക്ക രീതിക്ക്, എല്ലാവർക്കും ഉപയോഗിക്കുന്നക്ക രീതിക്ക് വെച്ചു കൊടുക്കുന്നതാണ് ഏറ്റവും വലിയ സെക്യൂരിറ്റി. നിങ്ങൾ അതിന് മടി കാണിക്കരുത്. ഒരിക്കലും പോക്കറ്റിലേക്ക് ഈ സംവിധാനങ്ങൾ, ഒറ്റപ്പെട്ട റൂമിലേക്ക് ഈ സംവിധാനങ്ങൾ, ലാപ്ടോപ്പുകളും TVകളും CD പ്ലെയറുകളും മൊബൈൽ ഫോണുകളും അവരുടെ പഠന മുറികളിലേക്ക് വെച്ച് കൊടുക്കരുതേ. ഈ അടുത്ത് മലപ്പുറം ജില്ലയിൽ സൈബർ സെല്ലിൽ ഒരു പഠനം നടത്തി. മലപ്പുറത്ത് മുസ്ലിങ്ങളുള്ള ഭൂരിപക്ഷമുള്ള നമ്മുടെ സ്വന്തം നാട്ടിൽ, ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ ഒരു പഠനം നടത്തി. എന്ത്? ഏറ്റവും കൂടുതൽ മൊബൈൽ ഉപയോഗിക്കുന്നത് ആരാണ്?
മനസ്സിലായി 18നും 25നും ഇടയിലുള്ള 16നും 25നും ഇടയിലുള്ള യുവതി യുവാക്കളാണ്, അല്ല വിദ്യാർത്ഥികളാണെന്ന് മനസ്സിലായി. അവരാണത്രേ ഇന്റർനെറ്റിനും ഫോണിനും വേണ്ടി കൂടുതൽ പണം ചെലവഴിക്കുന്നത്. എപ്പോഴാണ് ഇത്തരം കാശ് കൂടുതൽ ചെലവഴിക്കുന്നത്? അത് രാത്രി 9ന്റെയും രാത്രി 12 മണിക്കും ഇടയിലാണെന്നും കണ്ടെത്തി. അവരെന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? എല്ലാം കൃത്യമായി കിട്ടും. എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? അതെ, അവർ ഇന്റർനെറ്റിൽ ബ്രൗസ് ചെയ്യുന്നു, SMS അയക്കുന്നു, ഇമെയിൽ വഴി ചാറ്റ് ചെയ്യുന്നു, ഫേസ്ബുക്കുകൾ തുറക്കുന്നു. ഇതാണ് ഏറ്റവും ചെലവ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് എപ്പോഴുമാണെന്നും കിട്ടി. ഇനി എന്തെല്ലാം സന്ദേശങ്ങളാണ്? ആ സന്ദേശങ്ങളും മനസ്സിലായി. 100ൽ 80 വിദ്യാർത്ഥികളും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ സൈറ്റിലൂടെയുള്ള ചാറ്റിങ്ങുകളും ചീറ്റിങ്ങുകളുമാണ്. നീല ചിത്രങ്ങളും വീഡിയോ പ്ലെയറുകളുമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതും വളരെ വ്യക്തമായി ഇന്റർനെറ്റ് ഉപയോഗിക്കുന്ന ആളുകളെ പറ്റി മൊബൈൽ നെറ്റ്വർക്ക് കമ്പനിക്ക് വളരെ ഈസിയായി കിട്ടുന്ന ഡാറ്റയാണ്. ഇത് സൈബർ സെല്ലിൽ കൈമാറാനും അവർ തയ്യാറാണ്. അതിൽ നിന്നും ഒന്ന് മനസ്സിലായി, കൂടുതലും വിദ്യാർത്ഥികളാണ് ഈ മൊബൈൽ ഫോണിനെയും കമ്പ്യൂട്ടറിനെയും ദുരുപയോഗം ചെയ്യുന്നത് എന്ന്. എന്നാൽ ഓർക്കുക, പഠിക്കാനെന്നും പറഞ്ഞ് എനിക്ക് സയൻസ് ഗ്രൂപ്പാണ്, എനിക്ക് SSLCക്ക് ഒത്തിരി കാര്യങ്ങൾ നോക്കാനുണ്ടെന്നും പറഞ്ഞ് നല്ലൊരു മൾട്ടിമീഡിയയുടെ മോഡൽ നമ്പർ, ആപ്പിൾ വേണം, ഗാലക്സി വേണം, എനിക്ക് മൾട്ടിമീഡിയ വേണം എന്ന മൊബൈലിന്റെ മോഡൽ നമ്പർ പറഞ്ഞുകൊണ്ട് വിദേശത്ത് ജോലി ചെയ്യുന്ന ഉപ്പാക്കും മേട്ടനും അളിയനും ആ മൊബൈൽ നമ്പറിന്റെ മോഡൽ നമ്പർ മെസ്സേജ് അയച്ചുകൊണ്ട് കൃത്യമായ മോഡൽ വരുത്തിക്കൊണ്ട് ആ ഈ കുട്ടികൾക്ക് എന്തുകൊണ്ട് ഈ മൊബൈൽ ഫോൺ വാങ്ങിക്കൊടുക്കുന്നു? എന്തിന് കുട്ടികളെ മാത്രം പറയണം? രക്ഷിതാക്കളുടെ കയ്യിലും ഇത്തരം മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ അതിൽ എന്തൊക്കെ ഉണ്ട് എന്ന് ഈ കുട്ടി ഒരിക്കലെങ്കിലും ഒന്ന് കണ്ടാൽ തീർച്ചയായിട്ടും കുട്ടികളും അത്തരം ഒരു മൊബൈൽ സ്വന്തമാക്കാൻ വേണ്ടി ഉപ്പയോടും ഉമ്മയോടും റിക്വസ്റ്റ് ചെയ്യും. കിട്ടിയില്ലെങ്കിൽ കാമുകനോട് റിക്വസ്റ്റ് ചെയ്യും. എന്തായാലും കിട്ടും. ഇതാണ് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്താണ് ഇതിനൊരു പ്രതിവിധി എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒരു പ്രതിവിധിയും ഇല്ല. അല്ലെങ്കിൽ വളരെ ഈസിയാണ്. നിങ്ങൾക്കും എനിക്കും അറിയുന്നതാണ് എന്താണ് ഇതിന്റെ പ്രതിവിധി എന്ന്. കുട്ടിക്കാലം തൊട്ട് തന്നെ നമ്മൾ ഇത്തരം ശീലങ്ങളാണ് കുട്ടികളിൽ ഉണ്ടാക്കുന്നത്. ഒരിക്കലും നിനക്കിത് ആവശ്യമില്ല എന്നും ഇത് അനാവശ്യമാണെന്നും കുട്ടികളെ ബോധ്യപ്പെടുത്താൻ വൈകിപ്പോകുന്നു എന്നുള്ളതാണ് സത്യം. 5 വയസ്സിൽ തന്നെ അല്ലെങ്കിൽ 2 or 3 വയസ്സാകുമ്പോൾ തന്നെ കുട്ടികൾക്ക് ഇത്തരം മൊബൈൽ ഫോൺ കളിപ്പാട്ടമായി കൊടുത്തൊരു ഹാബിറ്റായി മാറുകയാണ്. അതരുത്, ഇത് പാടില്ല, ഇത് മുതിർന്നവർക്കുള്ളതാണ് എന്ന് പറഞ്ഞ് മനസ്സിലാക്കണം. അല്ലെങ്കിൽ നീ പഠിച്ച് വളർന്ന് നിനക്കൊരു ജോലി കിട്ടി, ആ സമ്പാദ്യത്തിൽ നിന്നും നീ സ്വന്തമായി വാങ്ങിച്ചോ ഒരു മൊബൈൽ ഫോണും ഒരു ലാപ്ടോപ്പും ഒരു മോട്ടോർ സൈക്കിളും എന്ന് തുറന്ന് പറയാൻ രക്ഷിതാക്കൾക്ക് എന്തേ ഇത്ര ബുദ്ധിമുട്ട്? ചില രക്ഷിതാക്കൾ പറയുന്നതാണ്, ഞാനോ കഷ്ടപ്പെട്ടാണ് പഠിച്ചത്, ഒരുപാട് ബുദ്ധിമുട്ടും ത്യാഗവും അനുഭവിച്ചാണ് ഞാൻ പഠിച്ചത്, ഇനി എന്റെ മക്കൾ അത്രയും ബുദ്ധിമുട്ടുകൾ അനുഭവിക്കരുതേ, അതുകൊണ്ട് എല്ലാ സൗകര്യങ്ങളും ഞാൻ എന്റെ മക്കൾക്ക് നൽകുന്നു എന്നാണ് ഉത്തരമെങ്കിൽ എന്റെ രക്ഷിതാവേ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നിങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയി. ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടി, മകനെ മകളെ നീയും ഒത്തിരി ബുദ്ധിമുട്ട് അനുഭവിക്കുക, നീയും ഒന്ന് മനസ്സിലാക്കണം എന്റെ കഴിഞ്ഞ കാല ബുദ്ധിമുട്ടുകൾ എത്ര വലുതാണെന്ന്. അതുകൊണ്ട് നീയും അനുഭവിക്കുക എന്ന് പറയുന്നതിന് പകരം നീ അനുഭവിക്കരുതേ എന്നാണ് ഇവിടെ പറയുന്നത്. അതാണ് ഒന്നാമത്തെ തെറ്റ്. രണ്ടാമത്തെ തെറ്റ്, ഇങ്ങനെ പറഞ്ഞാൽ മാത്രം പോരാ, അത് കാണിച്ചു കൊടുക്കുകയും വേണം. അരുത് എന്ന് പറയാൻ വിവരം വേണ്ട, എന്ത് ചെയ്യണമെന്ന് പറയാൻ രക്ഷിതാക്കൾക്ക് ശരിക്കും വിവരം വേണം. പാടില്ല എന്ന് പറയാൻ ബുക്ക് പഠിക്കണ്ട, വായിക്കണ്ട. പാടുണ്ട് എന്ന് പറയാൻ ഒത്തിരി പഠിക്കണം. ഇവിടെയാണ് നമുക്ക് തെറ്റുപറ്റിയത്. പറയാൻ ഒരുപാട് രക്ഷിതാക്കളുണ്ട്, കാണിച്ചു കൊടുക്കാൻ രക്ഷിതാക്കൾ കുറവാണ്. ഇവിടെയാണ് നാം ശ്രദ്ധിക്കേണ്ടത്. മക്കൾക്ക് കൊടുക്കേണ്ട സമയത്തുള്ള ഉപദേശങ്ങളല്ല വേണ്ടത്, അവർക്ക് ഉപദേശങ്ങളല്ല വേണ്ടത്, ചെയ്ത് കാണിച്ചു കൊടുക്കുക വേണ്ടത്. അതിനിന്ന് രക്ഷിതാക്കൾക്ക് സമയമില്ലെങ്കിൽ ഇതുപോലെ മക്കൾ വഴി തെറ്റിപ്പോകും. ഇന്നല്ലെങ്കിൽ നാളെ 16 ഉം 18 വയസ്സായാൽ ഈ പെൺകുട്ടികളും ആൺകുട്ടികളും മറ്റു സുഹൃത്തുക്കളെ അന്വേഷിച്ചിട്ട് പോകും. അപ്പോ അമ്മയെയും ഉമ്മയെയും ഉപ്പയെയും അവർക്ക് യാതൊരു വിലയും നിലയും ഉണ്ടാകുന്നതല്ല. കാരണം 16 ഉം 18 വയസ്സാകുമ്പോഴേക്കിന് തന്റെ സുഹൃത്തുക്കളുമായി നല്ലൊരു ബന്ധം അവൾ ഉണ്ടാക്കി കഴിഞ്ഞു, ഈ മൊബൈൽ ഫോൺ വഴി അല്ലാതെയും. അതുകൊണ്ട് ആ സമയത്ത് തന്നെ ശ്രദ്ധിക്കുക, സൂക്ഷിക്കുക. അതുപോലെ ഇന്ന് ഗൾഫിലുള്ള ഉപ്പമാർ മക്കൾക്ക് വേണ്ടി മോട്ടോർ സൈക്കിളുകളും വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട്. എന്റെ സഹോദരി സഹോദരന്മാരെ, എനിക്കൊരു അഭ്യർത്ഥനയാണുള്ളത്. മലപ്പുറം ജില്ലയിൽ
മാത്രം ഓരോ ദിവസവും മോട്ടോർ സൈക്കിൾ അപകടത്തിലൂടെ മരിക്കുന്നത് 1ഉം 2ഉം ആളുകളാണ് എവറി ഡേ. അഥവാ ആവറേജ് 2 പേരാണ് അത്ര എവറി ഡേ, ദിവസവും. അതാരെന്ന് ചോദിച്ചാൽ ഈ 16നും 18നും ഇടയിലുള്ള കുട്ടികളാണ്. ഹെൽമെറ്റ് ഇല്ലാതെ, ലൈസൻസ് ഇല്ലാതെ 2ഉം 3ഉം ആളുകളെ കൊണ്ട് ബൈക്കിൽ കയറിക്കൊണ്ട് ചെവിക്കകത്തൊരു മൊബൈലും തിരികി വളഞ്ഞൊരു തോളും തലയും ചേർത്ത് പിടിച്ചുകൊണ്ട് വളഞ്ഞു പൊളഞ്ഞ് ബൈക്ക് ഓടിക്കുന്നത് നാം ദിവസവും കാണുന്നുണ്ട്. ആ ബൈക്കിൽ നിന്നുകൊണ്ട് ഈ മൊബൈലിൽ സംസാരിക്കുമ്പോൾ നേരെ എതിരെ വരുന്ന വാഹനത്തെ നാം കാണുകയില്ല. എതിരെ വരുന്ന വാഹനം ഓണടിക്കുന്നത് കേൾക്കുകയില്ല. റെയിൽവേ ക്രോസ് ചെയ്യുന്ന സമയത്ത് ട്രെയിനിനെ പോലും നമുക്ക് കാണാൻ സാധ്യമല്ല. എത്ര അപകടങ്ങളാണ്. നടന്നു പോകുമ്പോൾ മൊബൈൽ ഫോൺ ഉപയോഗിച്ചാൽ എത്ര അപകടങ്ങളാണ് ഇന്നുണ്ടാകുന്നത്. കാരണം മൊബൈൽ ഫോണിന് അത്രമാത്രം അങ്ങ് അഡിക്റ്റായി. ഈ ഒരു അഡിക്റ്റ് കൊണ്ട് തന്നെ പരിസര ബോധം നഷ്ടപ്പെട്ടു. ഒരു കോള് വന്നാൽ പരിസരത്തുള്ള ഒന്നിനെയും കാണുന്നില്ല, പറഞ്ഞത് കേൾക്കുന്നില്ല. നടക്കുമ്പോൾ ബസ് കയറി മരിക്കുന്നു, ട്രാക്കിലൂടെ പോകുമ്പോൾ തീവണ്ടി ഇടിച്ച് മരിക്കുന്നു, വാഹനത്തിൽ ഡ്രൈവ് ചെയ്യുമ്പോൾ വാഹനമിടിച്ച് മരിക്കുന്നു. ഒരുപാട് മരണങ്ങളും അപകടങ്ങളും ഈ മൊബൈൽ ഫോണിനെ കൊണ്ട് ഏറി വരികയാണ്. പ്രിയപ്പെട്ട എന്റെ സഹോദരന്മാർക്ക്, ഡ്രൈവർമാര്, വിദേശ രാജ്യത്ത് വാഹനമോടിക്കുന്ന ഒത്തിരി ഡ്രൈവർമാരുണ്ട്. ഒരു വാർത്തയൊന്ന് ഞാൻ പറയട്ടെ. ഒരു ദിവസം ദുബായിലെ സിറ്റിയിലൂടെ ഒരു സുഹൃത്ത് വാഹനമോടിച്ച് പോകുമ്പോൾ അദ്ദേഹത്തിന് ഒരു ഫോൺ കോൾ വന്നു. ആ ഫോൺ എടുത്ത് അദ്ദേഹം സംസാരിച്ചു. വളരെ പെട്ടെന്ന് സ്റ്റിയറിംഗ് കൈവിട്ടു പോയി. തൊട്ടടുത്തൊരു ട്രാക്കിലേക്ക് മാറി കണ്ടെയ്നറിൽ ലോറിയുമായി കൂട്ടിയിടിച്ച് സ്പോട്ടിൽ ആ പാകിസ്ഥാനി ഡ്രൈവർ മരണപ്പെടുകയുണ്ടായി. നേരെ പോലീസും ട്രാഫിക് പോലീസുകളൊക്കെ വന്ന് പരിശോധിച്ചു. എന്താ സംഭവിച്ചത്? മൊബൈൽ ഫോൺ വഴി സംസാരിച്ചതാണ്, ഡ്രൈവ് ചെയ്യുമ്പോൾ മൊബൈൽ എടുത്ത് സംസാരിച്ചതാണെന്ന് കണ്ടെത്തി. എന്താണ് അവർ സംസാരിച്ചത്? അവിടെ വോയിസ് ഒക്കെ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ഒരു ആക്സിഡന്റ് സംഭവിച്ചാലോ ട്രാഫിക്കിലോ എന്താണ് സംസാരിച്ചത് വോയിസ് പോലും അവിടെ വിദേശ രാജ്യങ്ങളിൽ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ കേരളത്തിലും ആ സംവിധാനം ഇതാ നിലവിൽ വന്നുകൊണ്ടു. റെക്കോർഡ് ചെയ്യുന്ന സംവിധാനം കേരളത്തിൽ ഇൻസ്റ്റാൾ ചെയ്തു കഴിഞ്ഞു. കാരണം സൈബർ സെല്ലിലെ ഉദ്യോഗസ്ഥർ ഇന്ന് എഞ്ചിനീയർമാരാണ്. നാടൻ പോലീസുകാരല്ല ഇത് കൈകാര്യം ചെയ്യുന്നത്. നല്ല ക്വാളിഫൈഡ് ആയ എംടെക്കും ബിടെക്കും എക്സ്പീരിയൻസും കിട്ടിയ സൈബർ പോലീസ് ഉദ്യോഗസ്ഥരാണ് ഇത് കൈകാര്യം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിലുമുണ്ട് ഈ സംവിധാനം. അങ്ങനെ ദുബായിലെ ഈ ഓഡിയോ ടാപ്പ് പ്ലേ ചെയ്ത് നോക്കി. ആരാ വിളിച്ചത്? സ്വന്തം ഭാര്യ പാകിസ്ഥാനിൽ നിന്നും വിളിച്ചത്. അവൾ എന്താ സംസാരിച്ചത്? അവൾ സംസാരിച്ച വാചകം ഇതായിരുന്നു: പ്രിയപ്പെട്ട ചേട്ടാ, ഞാൻ മലയാളത്തിൽ പറയാം. പ്രിയപ്പെട്ട ചേട്ടാ, ഇന്ന് കാലത്ത് 8 മണിക്ക് ഏക മകനായ നമ്മുടെ മകൻ, 2 വയസ്സുള്ള നമ്മുടെ മകൻ കിണറിൽ വീണ് മരിച്ചു എന്ന ഈ വാർത്ത ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്റെ ഉപ്പയോട്, ഭർത്താവിനോട് വിളിച്ചു പറഞ്ഞ സമയത്ത് ബോധം നഷ്ടപ്പെടും. ബോധമുള്ള ഉപ്പാക്ക് ബോധം നഷ്ടപ്പെടും. സ്വന്തം മകൻ മരിച്ചു എന്ന വാർത്ത കേൾക്കുമ്പോൾ ഏതൊരാളും ബോധം നഷ്ടപ്പെടും. സ്റ്റിയറിംഗ് കയ്യിൽ നിന്നും വിട്ടുപോയി അടുത്ത കണ്ടെയ്നറുമായി കൂട്ടിയിടിച്ച് ആ സ്പോട്ടിൽ വാപ്പയത അവിടെ അപകടത്തിൽപ്പെട്ട് മരിക്കുന്നു. നാട്ടിൽ മകനും മരിക്കുന്നു. 2 മരണം. കാരണം എന്ത്? മൊബൈൽ ഫോണിലൂടെ സംസാരിച്ചു. ഓർക്കുക എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പോലീസിനെ ഭയന്നും ഡിപ്പാർട്ട്മെന്റിനെ ഭയന്നോ മറ്റു ഉദ്യോഗസ്ഥരെ ഭയന്നോ നിങ്ങൾ ഫോൺ എടുത്ത് സംസാരിക്കരുത്. അവർക്ക് വേണ്ടി അങ്ങനെ ഫോൺ ഒഴിവാക്കരുത്. പകരം നമ്മുടെ ജീവൻ നിലനിർത്താൻ വേണ്ടി, മറ്റുള്ളവർക്ക് മാതൃകയാക്കാൻ വേണ്ടി, സ്വയരക്ഷയ്ക്ക് വേണ്ടി, കുടുംബത്തിന് അത്താണിയാവാൻ വേണ്ടി ഒരിക്കലും നിങ്ങളത് ചെയ്യരുത്. അത്യാവശ്യ കോളെങ്കിൽ ഫോൺ നോക്കി തൊട്ടടുത്തൊന്ന് സൈഡാക്കി വിളിക്കുക. ഇല്ലെങ്കിൽ ഹാൻഡ് ഫ്രീ ആക്കി പെട്ടെന്ന് പറയുക, ഐ ആം റിയലി സോറി, ഞാൻ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് പറയുക. ഇത് പറയുമ്പം വിളിക്കുന്ന ആൾക്ക് നല്ല സ്നേഹമാണ് നിങ്ങളോട് തോന്നുന്നത്. അതുകൊണ്ട് ഒരിക്കലും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വാഹനം ഓടിക്കുമ്പോൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കരുത്. ഇതാണ് എനിക്ക് അവസാനമായ സന്ദേശം പറയാനുള്ളത്. അതുകൊണ്ട് പ്രിയപ്പെട്ട കുട്ടികൾക്ക്, നമ്മുടെ സന്താനങ്ങൾക്ക് ഈ വിഷവിത്ത് അല്ലെങ്കിൽ ഈ മൊബൈൽ ഫോൺ ആയ ഇന്നത്തെ ഈ ഒരു അശ്ലീല ബുക്ക് അല്ലെങ്കിൽ ഈ നോട്ട് ബുക്ക് വഴിപിഴക്കാൻ കാരണമുള്ള ഈ ലൈസൻസ് വാങ്ങിക്കൊടുക്കരുത്. അതിന് പകരം എന്തെല്ലാം പഠന ഉപകരണങ്ങൾ ഇന്ന് മാർക്കറ്റിലുണ്ട്, അവർക്കത് വാങ്ങിക്കൊടുക്കുക. ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ എല്ലാ സ്കൂളുകളിലും കോളേജുകളിലും ഈ സംവിധാനം നിലവിൽ വരും. ഇന്ന് ക്യാമ്പസിൽ മൊബൈൽ നിർബന്ധമല്ല.
മൊബൈൽ പാടില്ല, പ്രോഹിബിറ്റഡ് ആണ്, മംനു ആണ് എന്ന് എല്ലാ ക്യാമ്പസിലും ബോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ ഒരു 4-5 കൊല്ലം കഴിഞ്ഞാൽ നമ്മുടെ ക്യാമ്പസുകളിൽ എഴുതി വെക്കും, മൊബൈൽ ഫോണോ ടാബ്ലറ്റ് PC എന്ന കമ്പ്യൂട്ടർ ഇല്ലാതെ ക്ലാസ്സിലേക്ക് കയറരുത്, ഗെറ്റ് ഔട്ട്, മൊബൈൽ ഇല്ലെങ്കിൽ ഗെറ്റ് ഔട്ട് എന്ന് പറയുന്ന ഒരു കാലം വരും. 4-5 വർഷത്തിനുള്ളിൽ നമുക്കത് പ്രതീക്ഷിക്കാം. പക്ഷേ അതിലെന്തെല്ലാം ചെയ്യണം, എന്തെല്ലാം ചെയ്യരുത്, മൊബൈൽ എന്തിനു വേണ്ടി, കമ്പ്യൂട്ടർ എന്തിനു വേണ്ടി എന്നുള്ള ഈ ഒരു വിദ്യാഭ്യാസം കൊടുക്കേണ്ട സമയമാണിപ്പോൾ. അതുകൊണ്ട് എന്റെ രക്ഷിതാക്കളും ഇതിനെക്കുറിച്ച് ബോധവാന്മാരാകേണ്ടതുണ്ട്. എന്നാൽ മാത്രമേ മക്കൾക്കത് പറഞ്ഞു കൊടുക്കാൻ പറ്റൂ. മൊബൈൽ ഫോണിനെ പറ്റി നിങ്ങൾക്ക് കൂടുതൽ അറിയണമെങ്കിൽ നിങ്ങളുടെ സ്വന്തം മക്കളോട് തന്നെ ചോദിച്ച് പഠിക്കുക. നിങ്ങളുടെ സ്വന്തം മക്കൾ നിങ്ങളെ പഠിപ്പിക്കുന്നില്ലെങ്കിൽ അയൽവാസിയുടെ മക്കളോട് ചോദിക്കുക. അവർ നിങ്ങൾക്ക് പറഞ്ഞു തരും ഇതിന്റെ നന്മയും ഇതിന്റെ തിന്മയും. നിങ്ങൾ അടുത്ത് നിങ്ങളപ്പിക്കും. അതുകൊണ്ട് നമ്മുടെ മക്കൾ ഇന്നത്തെ കാലഘട്ടത്തിൽ